നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ സമകാലികം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും പഴക്കമുള്ള തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം തിരുമേനിയാണ്. മലങ്കര സഭയുടെ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് തിരുമേനി. തിരുമേനിയുടെ ചിന്തകളും ആശയങ്ങളും മലങ്കര സഭയിൽ പുതിയ ചില കാഴ്ചപ്പാടുകൾക്കും ചില വിചിന്തനങ്ങൾക്കും മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഈ സമകാലികം പരിപാടിയിലേക്ക് തിരുമേനിയെ ലഭിച്ചതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മലങ്കര സഭയുടെ ഭരണഘടനയുടെ 90 വർഷമാണ് ഇപ്പോൾ കൊണ്ടാടാൻ പോകുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നാം നിൽക്കുമ്പോൾ 1934 ഭരണഘടനയുടെ എല്ലാ സാധ്യതകളും കോടതികൾ അത് ഉറപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും മലങ്കര സഭയിൽ സമാധാനം ഇപ്പോഴും അകലെയാണ്. എങ്ങനെയാണ് തിരുമേനി ഈ സമാധാനത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യതയെപ്പറ്റി, ഈ മലങ്കര സഭാ വഴക്കിൻ്റെ ഒരു പരിസമാപ്തിയെപ്പറ്റി കാണുന്നത്? ഞാൻ ഈ സഭയിൽ അംഗമായിരിക്കുന്നത് 2 പ്രധാന കാരണങ്ങളാലാണ്. ഒന്ന്, ഞാൻ ഈ സഭയിൽ ജനിച്ചു വളർന്നു എന്നതോടൊപ്പം ഈ സഭയുടെ വിശ്വാസവും പാരമ്പര്യവും ആരാധനയും എല്ലാം പിന്തുടരും എന്നുള്ള സഭയ്ക്ക് നൽകുന്ന ഉറപ്പിന്മേലാണ്. രണ്ടാമത്തേത്, ഞാൻ ഈ സഭയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് എൻ്റെ വിചാരം. അതല്ലാതെ മറ്റൊരു പോം വഴി ഇപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട്, 2ആയി പോകാം എന്നുള്ളത്. നമുക്ക് 2ആകാൻ എളുപ്പമാണ്. 1ആകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ചർച്ചയ്ക്കെങ്കിലും തയ്യാറാകണം എന്നുള്ളതാണ്. എത്രയോ നാളുകൾ നാം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. അതിനൊരു പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ ഈ 2 അടിസ്ഥാനങ്ങളിന്മേൽ ചർച്ചകൾ ഉണ്ടാവുകയും ധാരണകൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിചാരം. ഇനി 2ആകാനാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസിയാണോ 2ആകുന്നത്? വീണ്ടും കേസുകൾ ഉണ്ടാവുകയില്ലേ? ഞാൻ അങ്ങനെയാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ അടിസ്ഥാന കാര്യങ്ങളിൽ ഈ 2 ഘടകങ്ങൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ വിചാരം. തിരുമേനി പറയുന്നത് സമാധാനത്തെ പറ്റിയുള്ള ആശയമാണ്. മലങ്കര സഭയിലെ ആളുകൾ ഒരുപക്ഷെ പലരും ചിന്തിക്കുന്നതും അങ്ങനെയൊക്കെ ആകാം. എങ്കിലും കോടതി 2017 വിധിയിൽ അതിൻ്റെ അവസാന കൺക്ലൂഷനിൽ അതിൻ്റെ 28ാമത്തെ ഇതിൽ പറയുന്നത്, ബോത്ത് ഫാക്ഷൻസ് ought to resolve their differences if any on a common platform if necessary by amending the constitution further in accordance with law. ഇവിടെ ഒരു ചെറിയ സാധ്യത കാണുന്നില്ലേ? നമുക്ക് ഒന്നിക്കാൻ പറ്റുന്ന സാധ്യത അത് വിദൂരമായി പോയിട്ടില്ലേ? ഈ 34 കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ, അത് അംഗീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യതകൾ തങ്ങളിലേക്ക് വരുമെന്നുള്ളത് കൊണ്ടാണല്ലോ സത്യവാങ്മൂലം കൊടുത്തവർ പോലും പിന്മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ആ 34 കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം വെച്ചുകൊണ്ട് ഒരു സാധ്യത നടക്കുമോ? മാറ്റം ചെയ്യാൻ പറ്റുമോ? അതിൽ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ? ഈ വെർഡിക്റ്റിൻ്റെ ഒരു ക്ലോസ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചാൽ അത് ശരിയാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കോർട്ട് നേരത്തെ പറഞ്ഞിട്ടില്ലേ ഒരു സഭയേ ഉള്ളൂ എന്ന്? ഒരു സഭയെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒരു സഭയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സഭയെന്നുള്ള കൺസെപ്റ്റിലല്ലേ നമ്മൾ പോകേണ്ടത്? അതിന് ഈ ഒരു ക്ലോസ് മാത്രം വെച്ചുണ്ട്. കോടതി തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാകുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട്
അതിനുള്ള സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആകമാന സ്വഭാവത്തെ വിസ്മരിച്ചുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ വിചാരം. ചർച്ചകൾ വേണം എന്ന് തിരുമേനി ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു. അതാണ് സമാധാനത്തിലേക്കുള്ള ഒരു തുറവി. ഇല്ല, ചർച്ചകൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കുണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉഭയസമ്മത കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അതിനൊരു പ്രിലിമിനറി വർക്കുണ്ട്, പ്രിപ്പറേഷനുണ്ട്. ഏതൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ചയാകാം എന്നുള്ളതിനെക്കുറിച്ച് അതിനുപോലും നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ധാരണകളിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരുടെ ചിന്തയിൽ വരേണ്ടതാണ്? സഭയുടെ മാനേജിങ് കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി, സുന്നഹദോസ്. നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു വൈകാരിക തലമുണ്ട്. നമ്മളതിനെ വിസ്മരിക്കാനായിട്ട് പാടില്ല. രണ്ട് വിഭാഗങ്ങളിലും വർഷങ്ങളായി അനുഭവിച്ച വേദനയുടെയും തിരസ്കരണത്തിൻ്റെയും കഠിനമായ പാതയുടെയും ഒക്കെ ഒരു തലമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പരിശോധിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യണം. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇനി രണ്ടായാൽ ഞാൻ വീണ്ടും അതാണ് ചോദിക്കുന്നത്, രണ്ടാവുക എന്ന് പറയുന്നത് ഈസിയാണോ? ഞാൻ വിചാരിക്കുന്നില്ല ഇത് രണ്ടാകുന്നത് ഈസിയാണെന്നുള്ളത്. അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ട് രണ്ടായാൽ ഈസിയാണെന്ന്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായിട്ട് ഇപ്പോഴും പ്രശ്നം തുടരുകയല്ലേ, യുദ്ധങ്ങൾ തുടരുകയല്ലേ, ഒളിയുദ്ധങ്ങൾ തുടരുകയല്ലേ. അതുകൊണ്ട് രണ്ടാകുന്നതിനേക്കാൾ എനിക്ക് ആഗ്രഹം ഒന്നാവുക എന്നുള്ളതാണ്. ഒന്നാകുന്നത് ഒരാളുടെ മേൽ അധികാരവും ഭരണവും അടിച്ചേൽപ്പിച്ച് ഒന്നാകുന്നതിന് അങ്ങേപ്പുറത്തേക്കുള്ള ചില തലങ്ങളിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. അതിന് ഓറിയൻറ്റേഷൻ ആവശ്യമുണ്ട്. നമ്മൾ ഒന്നായിട്ടുണ്ടല്ലോ. അതെ, ആ ഒന്നായിട്ടുണ്ടായ സന്ദർഭങ്ങളിൽ അതിനുശേഷം വീണ്ടും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒന്നാകലിനെ എതിർക്കുന്നത് അങ്ങനെയൊരു കഴിഞ്ഞ കാല ചരിത്രം അതത്ര നല്ലതല്ലാത്തത് കൊണ്ടല്ലേ? ചരിത്രം എന്ന് പറയുന്നത് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നാണോ ചരിത്രം? ഒരേ കാര്യം ആവർത്തിച്ച് വരുന്നതല്ലല്ലോ ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രത്തിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള അതത് കാലഘട്ടത്തിൻ്റെ അതത് സമയത്തിൻ്റേതായിട്ടുള്ള നിലപാടുകളില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ വിഭജിച്ചു പോയി ഇനി അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ സാധ്യത ഒഴിവാക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്നത് ഒരു ക്രിസ്ത്യൻ വാല്യുവിനെയാണ്. യേശുതമ്പുരാൻ്റെ വചനങ്ങളെയാണ് നമ്മൾ അതിലൂടെ നിരാകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. യേശുതമ്പുരാൻ പറയുമോ രണ്ടാകണമെന്ന്? യേശുതമ്പുരാൻ്റെ വചനം പറയുമോ രണ്ടാകണമെന്ന്? യേശുതമ്പുരാൻ എപ്പോഴും ഐക്യത്തിൻ്റെ, ഒരുമയുടെ സന്ദേശമല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒരു തികച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ, അഡ്മിനിസ്ട്രേഷൻ, സെക്യുലർ എന്നുള്ള നിലയിൽ മാത്രമല്ല ഇതിനെ കാണേണ്ടത്. പക്ഷെ നമ്മുടെ ചിന്തകൾ എപ്പോഴും അങ്ങനെ മാത്രമല്ലേ പോകുന്നത്? നമ്മൾ എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. സഭയുടെ ഉന്നത അധികാര ശ്രേണികളിലുള്ള അധികാരങ്ങൾ പങ്കിടാൻ നമുക്കുള്ള വൈമുഖ്യമാകാം, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്നത് ചോർന്നു പോകും എന്നുള്ള വൈമുഖ്യമാകാം പലരെയും സമാധാനത്തിൽ നിന്ന് അകറ്റുന്നതും ഇങ്ങനെ നീണ്ടുപോകുന്ന ഈ കക്ഷി വഴക്കുകൾ തുടരുന്നതും. അങ്ങനെ ഒരു ചിന്ത പൊതുവിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. തിരുമേനിക്ക് അങ്ങനെ ഒരു ചിന്ത ഇതിനോട് ചേർത്ത് തോന്നുന്നുണ്ടോ? അത് നമ്മുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് നോക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഔഗേൻ ബാവ എങ്ങനെ ഈ സഭയുടെ കാതലിക്കയാകെ? ഇപ്പോഴുള്ള നമ്മുടെ തിരുമേനിമാരിൽ പലരും അങ്ങനെയാണ് ഈ സഭയിൽ നേതൃത്വത്തിലേക്ക് വന്നതും ഒക്കെ ആയത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു ജനറലായിട്ട് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ലെന്നാണ് എൻ്റെ വിചാരം. എവിടെയൊക്കെ ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ യോജിക്കുമ്പോഴും ഭരണഘടന വേണ്ട, നിയമം വേണ്ട, എല്ലാവരും കൂടെ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതിനൊരു സാധ്യതയില്ലെന്ന് നമ്മൾ തള്ളിക്കളയുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. തിരുമേനി ഇപ്പോൾ പറയുമ്പോഴും ഈ രണ്ട് സാധ്യതകളിൽ ഒന്ന്, നമുക്ക് സമാധാനത്തിൽ ഒന്നിച്ചു പോകാനുള്ള ഒരു വഴി തുറക്കപ്പെടണം. രണ്ടായിട്ട് വിഭജിക്കപ്പെടണം. രണ്ടായിട്ട് വിഭജിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് കോടതിയും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതൊരു സഭയാണ്.
കഴിവുള്ളിടത്തോളം മാക്സിമം ഇതൊന്നിച്ചു പോകേണ്ട ഒരു കാര്യമാണ്, ഒരു വിഭാഗമാണ്. പക്ഷേ നമ്മൾ ഇത് രണ്ടും കൂടെ പറയുന്നിടത്താണ് എപ്പോഴും ഈ വിഷയമുണ്ടാകും. ഒന്നുകിൽ നമ്മൾക്ക് വേണ്ട എന്നും അല്ലെങ്കിൽ വേണം എന്നും പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഉന്നതാധികാര സമിതികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, നമുക്കങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് വെക്കുന്നത്. കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ പാതയിലൂടെ കടന്നു പോയത് രണ്ടാകാൻ വേണ്ടിയാണോ? ഒന്നാകാൻ വേണ്ടിയാണ്. ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ പരിമിതമായ ചരിത്ര പഠനത്തിൽ നിന്ന്, അതുപോലെ തന്നെ പിതാക്കന്മാരുടെ പ്രസംഗങ്ങളോ എഴുത്തുകളിൽ നിന്നോ ഒക്കെ ഞാൻ മനസ്സിലായിട്ടുള്ളത് ഇതൊരിക്കലും രണ്ടാകാൻ വേണ്ടിയിട്ടല്ല. അവർ ഈ 100 വർഷത്തിലധികം ഈ പറയുന്ന ത്യാഗങ്ങൾ സഹിച്ചത്. രണ്ടാകാനായിരുന്നെങ്കിൽ എന്നേ നമുക്ക് ഈസി ആയിരുന്നല്ലോ. ഇവിടെ നമുക്ക് മുമ്പുണ്ടായിരുന്ന പല വിഭജനങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനമായില്ലേ. പക്ഷേ എങ്കിലും നമ്മൾ സമാധാനത്തിൻ്റെ വക്താക്കളല്ല എന്നൊരു തോന്നൽ എപ്പോഴും പുറത്തുള്ള സമൂഹം കരുതുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് എല്ലാ കേസിൻ്റെ വിധി വരുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പള്ളികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ്. അതിൽ നമ്മൾ ആണ് വഴക്കുണ്ടാക്കുന്ന ആളുകൾ എന്നൊരു ധ്വനി സമൂഹത്തിന് കിട്ടും. ഇത് കൂടുതലും നമ്മുടെ സഭയുടെ ആശയങ്ങളും തിരുമേനി പറയുന്നത് പോലെയുള്ള ചിന്തകളും പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതകൾ പലയിടത്തും അടഞ്ഞു പോകുന്നു. അതായത് മലങ്കര സഭയുടെ മീഡിയയുമായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തുന്ന വാർത്തകൾ, സമാധാനത്തെ പറ്റിയുള്ള പിതാക്കന്മാരുടെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, പരിശുദ്ധ ബാവാതിരുമേനിയുടേത് പോലും അതെത്തുന്നില്ല വേണ്ട രീതിയിൽ. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് പുറത്തുള്ള സമൂഹം നമുക്ക് നൽകുന്ന വില എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അവരറിയപ്പെടുന്നു, അവരിലേക്ക് എത്തുന്നത്. അത് ഒന്ന് വിചിന്തനം ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്? ഞാൻ വ്യക്തിപരമായി അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ അതത്ര കൃത്യമായി ചർച്ച ചെയ്യുകയോ അതിന് വേണ്ടതായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വ്യക്തിപരമായി ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ സഭാ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പള്ളിയിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പിടിച്ചെടുക്കൽ എന്ന് പറയുന്നത്. പള്ളിപിടുത്തം. അപ്പോൾ അതിനെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ വിചാരം. അതിന് ഞാൻ നൽകുന്ന ഒരു പള്ളി പിടിച്ച് എവിടെ കൊണ്ടുപോവുക? ഈ പള്ളി എങ്ങും പോകുന്നില്ല. ഈ പള്ളിയിലെ പണം അവിടുത്തെ ഇടവക പൊതുയോഗം അറിയാതെ എവിടെയെങ്കിലും പോകുമോ? മലങ്കര മെത്രാപ്പൊലിത്തായിക്കോ ആ ഭദ്രാസനത്തിലെ മെത്രാപ്പൊലിത്തായിക്കോ അതിനകത്തെ 5 പൈസ, അവിടുത്തെ ഏതെങ്കിലും ഒരു തുണ്ട് വസ്തു സ്വന്തമായോ ഭദ്രാസനത്തിലേക്കോ സഭയിലേക്കോ കൊണ്ടുപോകാൻ സാധിക്കുമോ? അപ്പോൾ പിന്നെ ഇത് പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അത് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് സാധിച്ചില്ലെന്നാണ് എൻ്റെ വിചാരം. അത് നമ്മുടെ മീഡിയയുടെ അല്ലെങ്കിൽ നമ്മളുടെ പബ്ലിക് റിലേഷൻസിൻ്റെ പരാജയമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതിനെന്ത് ചെയ്യാൻ പറ്റും തിരുമേനിയുടെ ഒരു കാഴ്ചപ്പാടിൽ? എപ്രകാരം നമുക്ക് ഒരു തിരുമേനി, പ്രത്യേകിച്ച് ഈ കൗൺസിലിംഗ് രംഗത്തൊക്കെ വളരെയധികം ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുകയും ആ രീതിയിൽ ഇതിനെ കാണുകയും ചെയ്യുന്ന ഒരാളാണ്, എങ്ങനെയാണ് തിരുമേനിക്ക് അങ്ങനെ ഒരു സാധ്യത നമുക്ക്? അല്ല, ഇതിനകത്ത് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഒരു ആസ്പെക്റ്റിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാധ്യമ വിഭാഗത്തിൻ്റെ ശാക്തീകരണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സഭ ശരിക്കും മറ്റ് പല ഓർത്തഡോക്സ് സഭകളും ഞാൻ സന്ദർശിച്ചപ്പോൾ അവർക്കൊക്കെ ഈ വിഭാഗം വളരെ ശക്തമാണ്. എന്തുകൊണ്ട്, എങ്ങനെ ശക്തമായി മാറുന്നു? ശക്തമാണെന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു അപ്രോച്ചുണ്ട്. അതിനകത്ത് പെയ്ഡായിട്ടുള്ള സ്റ്റാഫുണ്ട് അവർക്ക്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ MGOCSM ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആബുന പൗലോസ്, എത്യോപ്യൻ പാത്രീസ് പിതാവ്, മലങ്കര സന്ദർശിച്ചപ്പോൾ അവർ തന്ന ഒരു ലിസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അനുഗമിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ്. അതിൽ 2 പേര് മാധ്യമ വിഭാഗത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ അവർ ഒരു വിദേശ സന്ദർശനം നടത്തുമ്പോൾ പോലും ഇത് കൂടെ കൊണ്ട് നടക്കുകയാണ്. ക്യാമറ ഉൾപ്പെടെയാണ് വന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, ഇതെല്ലാം ഫയൽ ചെയ്യുകയാണ്, എല്ലാം ഡോക്യുമെൻ്റഡാണ്. നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മാധ്യമ വിഭാഗം
ഉയരാതെ യാതൊരു നിവൃത്തിയില്ല. പിന്നെ ഇതെല്ലാം വൺ ടു വൺ റിലേഷൻഷിപ്പ് കൂടെ ആവശ്യമുണ്ട്. നമ്മുടെ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്നതിന് അങ്ങേപ്പുറത്തേക്ക് ബന്ധങ്ങളുണ്ടാകണം. ആ ബന്ധങ്ങളിലൂടെയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ പലർക്കും മനസ്സിലാകും. നമ്മുടെ ഒരു പ്രധാന പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നു. അതിനങ്ങേപ്പുറത്തേക്ക് നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വാക്ക് തിരുമേനിക്ക് ഈ കേൾക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിലൂടെ പറയാനായിട്ട് ഒരു വാചകം, എന്തെങ്കിലും ഒരു സന്ദേശം? എനിക്ക് പറയാനായിട്ടുള്ള ഒരു പ്രധാന കാര്യം, ഒന്ന്, യേശുക്രിസ്തു ദൈവവും കർത്താവും രക്ഷിതാവുമായി നമ്മൾ വിശ്വസിക്കുകയും അത് മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്ത് നമുക്ക് യേശു തമ്പുരാൻ തന്ന നിത്യജീവനെക്കുറിച്ചുള്ള ധ്യാനം എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തേത്, മാന്യമായി ധാർമ്മികമായി ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടാകണം. മൂന്നാമതായിട്ട്, ഈ സഭയെ നാം സ്നേഹിക്കണം. അതിൽ കുറവുകൾ, തെറ്റുകൾ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ആ സഭയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും സഭയെ നയിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന്, യുവത തലമുറയിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുകയും ചെയ്യണമെന്നുള്ള ഒരാഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം. ഈ മാധ്യമങ്ങളുടെ വിഭാഗം ശക്തിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സഭയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ തിരുമേനിയുടെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഏതൊക്കെ തലത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റും? ഈ നവമാധ്യമങ്ങൾ വളരെയധികമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമ വിഭാഗങ്ങളിൽ വളരെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ, അതേപോലെ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നവർ പലരും ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവരാൻ തിരുമേനിയുടേതായ ചില ആശയങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾക്കും കൺസേൺസിനും അന്നന്ന് വൈകുന്നേരം തന്നെ മറുപടി പറയുവാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. കാരണം ഇന്ന് ആളുകൾ കൂടുതലും കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും സമൂഹ മാധ്യമങ്ങളാണ്. അപ്പോൾ അതിന് സഭയ്ക്കെതിരെ അല്ലെങ്കിൽ സഭയിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ഒരു ഉത്തരം, ഒരു വ്യാഖ്യാനം അതത് ദിവസങ്ങളിൽ നൽകുവാനായിട്ടുള്ളൊരു സംവിധാനം സഭാകേന്ദ്രത്തിലുണ്ടാകണം. അതാണ് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. ചാനലുകൾ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടേ ആളുകൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇതുണ്ടായാൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾക്ക് എന്താണ് നമ്മുടെ സ്റ്റാൻഡ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. അടിസ്ഥാനപരമായി അതാണ് ഉണ്ടാകേണ്ടത്. ഒരു ടീം ഉണ്ടാകണം. ഇത് നമ്മൾ തമ്മിൽ ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ ഈ പൊതുസമൂഹം ഇത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്, ടീം ഉണ്ടാകണമെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം, പല കേന്ദ്രങ്ങളിലും അധികാരങ്ങളിലുമൊക്കെ സ്ഥാനികളായും വൈദികരായും ഒക്കെ വരുന്നവർ അവരവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള വൈദികരെ വിശ്വസിച്ച് ചുമതലകൾ ഏൽപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത് വളരണ്ടേ? സഭയുടെ വിശാലമായൊരു കാഴ്ചപ്പാടിൽ ഇത് വളരണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇത് ജനങ്ങളിലേക്ക് ചെല്ലും. വളരണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടത് എന്താണ്? പ്രൊഫഷണൽസിനെയാണ് വേണ്ടത്. പ്രൊഫഷണൽസ്. നമുക്ക് ആരെയെങ്കിലും, ഇപ്പോൾ ഉള്ളവരെ ആരെയും ഞാനങ്ങനെ താഴ്ത്തിക്കെട്ടി പറയുന്നൊന്നുമല്ല. പക്ഷേ കാലഘട്ടത്തിൽ മാറേണ്ടിയിരിക്കുന്നു. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വേണം. പക്ഷേ സഭയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകൾ വേണം. അവർക്ക് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കണം. അതാണ് ഒരു പ്രശ്നം. അതൊരു പ്രശ്നമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഉണ്ടാക്കുന്ന ഡാമേജിനേക്കാൾ നമ്മെ സേവ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അടുത്തത് ചോദിക്കുന്നത് ഇതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. മലങ്കര സഭയുടെ വൈദികരെയും മെത്രാപ്പോലിത്തന്മാരെയും ഒക്കെ കരുതുന്ന ഒരു സഭയാണിത്. പക്ഷേ അവർക്കുണ്ടാകുന്ന കോട്ടം തട്ടലുകൾ, സഭയുടെ ഒരു ഇമേജിനെ ബാധിക്കുന്ന വാർത്തകൾ വരുമ്പോൾ അതിനെ തടയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഭാഗത്തെ നടത്തിക്കൊണ്ടു പോകാൻ സഭയ്ക്ക് അതിനും മാത്രമുള്ള കഴിവില്ല, അല്ലെങ്കിൽ ആസ്തിയില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ലേ? ആസ്തി ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ കണ്ടെത്തണം. ഇതിന് നമ്മുടെ സഭയിലെ ആളുകൾ തന്നെ സ്പോൺസർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതുപോലെ സഭയെ സ്നേഹിക്കുന്നവരുണ്ട്. സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ, ഇതിനൊക്കെ മറുപടി നൽകണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ അധികം ആളുകൾ ഈ സഭയിലുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള ഫണ്ട് നൽകാനും ആളുകൾ വേണം.
നമ്മളതിനായിട്ടൊരു ആസ്ഥാനം കണ്ട് ചെങ്ങന്നൂർ തുടങ്ങി തറക്കല്ലിട്ട് ആ സ്ഥലവും ആ ഇടവും ആ വസ്തുവിലുണ്ടായിരിക്കുന്ന കെട്ടിടവും പകുതിയായിട്ട് നിന്ന് പോവുകയും അവിടെ ഇപ്പോൾ മറ്റു പല കാര്യങ്ങൾ നടന്നു വരികയും ചെയ്യാൻ നമുക്കെന്തുകൊണ്ടൊരു നവമാധ്യമ രംഗങ്ങളുണ്ടെങ്കിൽ കൂടിയും ഒരു ടെലിവിഷൻ രംഗത്തേക്ക് മാധ്യമ രംഗത്തേക്ക് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പറയാനും പറ്റുന്ന രീതിയിലേക്ക് വളരാൻ പറ്റുന്നില്ല? അന്നും ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ചെങ്ങന്നൂരിലെ സ്ഥലമൊക്കെ വിഭാവനം ചെയ്തത്. ഞാനിപ്പോഴും പറയുന്നു, ചാനൽ തുടങ്ങുന്ന അടുത്തൊരു സ്റ്റെപ്പാണ്. നമുക്ക് ഒരു മുറിയും ഒരു 2 ബെഞ്ചും 2 മേശയും 2 കസാറയും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നടക്കാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. പണി അറിയാവുന്ന ആളായിരിക്കും. പണി അറിയാവുന്നവരെ വെക്കണം. പണി അറിയാവുന്ന ആളിനെ അതിനകത്ത് വെക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ ദിവസവും എന്നല്ല പറഞ്ഞാൽ ഒരാരോപണം പുതുതായിട്ടുണ്ടായാൽ അതിന് മറുപടി പറയാനായിട്ട് സജ്ജമായ ഒരു ടീം ഉണ്ടാകണം. അത് ആലോചിക്കേണ്ടവരോട് ആലോചിച്ചിട്ട് ചെയ്യണം. ഒരു മുറിയുണ്ടെങ്കിൽ ഇത് നടക്കും എന്നുള്ളത് തിരുമേനി തെളിയിച്ചിട്ടുള്ളതാണ്. മലങ്കര സഭയുടെ മഹാസമ്മേളനത്തിന് കോട്ടയത്ത് വെച്ച് നടന്നപ്പോൾ തിരുമേനിയായിരുന്നു മീഡിയ വിങ്ങിൻ്റെ പ്രധാന ചുമതല മാധ്യമവിഭാഗം കൈകാര്യം ചെയ്തിരുന്നത്. വളരെ വൈഡായി അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും, അത് പബ്ലിസിറ്റി ആണെങ്കിലും അതിൻ്റെ ചിത്രങ്ങളാണെങ്കിലും അതിൻ്റെ പ്രൊമോഷൻ ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായി അതിൻ്റെ ന്യൂസുകൾ കവർ ചെയ്തു. ആ രീതിയിലേക്ക് വരാൻ പറ്റും എന്ന് തന്നെയാണ് തിരുമേനി ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. 100% പറ്റും. ആ സമിതി ഒരിക്കൽ പോലും ഫിസിക്കലായിട്ട് കൂടിയിട്ടില്ല. ഞങ്ങൾ ഓൺലൈനായിട്ട് കൂടി ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി നിശ്ചയിച്ചു. ഓരോ ആഴ്ചത്തെയും പോകേണ്ട പോസ്റ്ററിൻ്റെ തീം നിശ്ചയിച്ചു. അത് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ടീമിനെ ഉണ്ടാക്കി. എന്ത് ഭംഗിയായിട്ട് അത് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ ചിലവാണെങ്കിലും വളരെ മിനിമം 0 ആയിരുന്നെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീം അങ്ങ് നിൽക്കുകയായിരുന്നു അതിനകത്ത്. ഓൺലൈനിലൂടെയാണ് മുഴുവൻ പബ്ലിസിറ്റിയും നമ്മൾ ഓൺലൈനിലൂടെ നിർവഹിച്ചു. അപ്പോൾ നമുക്ക് സാധിക്കുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിന് വലിയ ബൃഹത്തായ ചിലവൊന്നുമല്ല. ചിലവ് വരുന്നത് ഇതാണ്, നമുക്ക് അതിനകത്ത് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരാളിന് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിന് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് അതിനകത്തെ ചിലവ്. ഒരു മുറി പോലും വേണ്ട, ഒരു റൂം പോലും ഈ സംവിധാനം ചെയ്യാൻ വേണ്ട ഈ കാലഘട്ടത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ അത് സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം. അത് അടിസ്ഥാനപരമായി സഭ ചെയ്തേ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ ഓരോരുത്തരും നമുക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം കുറേ കഴിയുമ്പോൾ റിപ്പീറ്റഡായിട്ട്, അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ, റിപ്പീറ്റഡായിട്ട് ഒരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ചിന്തയുടെ ഭാഗമായി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായി മാറുന്ന രീതിയാണുള്ളത്. അത് ട്രൂത്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിന് നിരന്തരമായി നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം. തിരുമേനി പറഞ്ഞു വന്നപ്പോൾ ഉണ്ടായ ഒരു വാചകം ഇങ്ങനെയായിരുന്നു, അത് ഒരു ഭൂമി പോലും, ഒരു സെൻറ്റ് പോലും, അല്ലെങ്കിൽ ഒരു കാര്യം പോലും സ്വന്തമായി മെത്രാപ്പൊലീത്തന്മാർക്ക് ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത്രമാത്രം കാര്യങ്ങളിലേക്കാണ് നമ്മുടെ സഭയുടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എങ്കിലും മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്തന്മാരുടെ രീതിയും ജീവിതവുമൊക്കെ പലപ്പോഴും ദുർവ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്ന ഒരു പതിവ് ഈ ആധുനിക കാലത്ത് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. തിരുമേനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. അതിൽ പ്രത്യേകിച്ച് ഒരു മെത്രാപ്പൊലീത്തായെ ഒരു ഇടവകയിലേക്ക് വിളിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭീമമായ ഒരു 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 പിന്നണി പ്രവർത്തനം പല രീതിയിലും ഉണ്ട്. അത് കൈമുത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കുമാണ്. സാധാരണ മനുഷ്യർക്ക് പലപ്പോഴും ഇപ്പോഴും ഈ കാര്യത്തിൽ ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകാറുണ്ട് ഈ ആധുനിക കാലത്തും. തിരുമേനിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്? പഴയ കാലത്തേക്കാൾ കൂടുതലായിട്ട് തിരുമേനിമാരെ ഇപ്പോൾ ജനങ്ങൾ വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും തിരുമേനിമാർ കൈമുത്ത് വാങ്ങിക്കൂ? ഞാൻ വാങ്ങിക്കുന്നില്ല. ഞാൻ വാങ്ങിക്കാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്നും വ്യാഖ്യാനിക്കാനായിട്ട് അതൊരു പേഴ്സണൽ ഇതായിപ്പോൾ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇടവകയിലേക്ക് അങ്ങോട്ട് പറഞ്ഞ് പാരീഷ് വിസിറ്റ് നടത്തുന്നുണ്ട്. അവിടെയും കൈമുത്ത് വരുന്നുണ്ട് അവർ. പക്ഷേ ഇതെല്ലാം വ്യാഖ്യാനിച്ച് ഇതിനു വേണ്ടി മാത്രമാണ് മെത്രാപ്പൊലീത്തമാർ എന്നുള്ളൊരു നിലയിലേക്ക് ഇതെത്തി.
അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പണം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആരും വ്യാഖ്യാനിക്കുന്നില്ല. ജനം അറിയുന്നില്ല. ജനം അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ പോലും അത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. തിരുമേനിക്ക് കിട്ടുന്ന ഈ പണം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അത് പരിശോധിക്കാം നിങ്ങൾക്ക്. ഞാൻ പറയും, തുമ്പോൺ ഭദ്രാസനത്തിൽ തുമ്പോണ ഭദ്രാസന ഓഫീസിൽ പരിശോധിക്കണം എന്ന് അങ്ങനെ സംശയമുള്ളവർ. തിരുമേനി ഈ ഭദ്രാസനത്തിൻ്റെ വികസനത്തിനോ ഭദ്രാസനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനോ തിരുമേനി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമുക്കത് ഇച്ചിരൂടെ സുതാര്യമാക്കിയാൽ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലേ, ഒരു കൈമുത്ത് കിട്ടുന്നത് അത് നല്ലതാണ്. പക്ഷേ ആ ഒരു സ്വകാര്യതയെ എന്തിനാണ് നമ്മൾ അത്രയും കടന്നു കയറി ആക്രമിക്കുന്നത്? ഈ ഭദ്രാസനത്തിൽ ഈ സഭയിൽ ഈ പറയുന്ന എല്ലാ ഭദ്രാസനങ്ങളിലെയും ഡെവലപ്മെൻറ്റുകളിൽ തിരുമേനിമാരുടെ കോൺട്രിബ്യൂഷൻ വിസ്മരിക്കാനായിട്ട് പോകും. അതെന്താണ് കാണാത്തത്? തന്നെയല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ സ്വകാര്യമായി ഈ സമ്പാദ്യമെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നെന്നാണ് വ്യാഖ്യാനിക്കുന്നത്? നമ്മൾ അത്തരം വ്യാഖ്യാനങ്ങൾക്കിട കൊടുക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? അതാണ് ഈ ആധുനിക കാലത്ത് നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം. കാരണം ഇത് ജനങ്ങളിലേക്ക് ഇങ്ങനെ കൈമാറി പോകുന്നു. അതിന് ഒരു തടയിടാൻ പറ്റുന്ന ഒരു സുതാര്യത, അത് എന്ത് ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ഇത് കൃത്യമായി ഭദ്രാസന പൊതുയോഗങ്ങളിൽ വരുമ്പോൾ അവിടെ ഒരു വിശദീകരണം നൽകത്തക്ക രീതിയിലേക്ക് മാറിയാൽ. തിരുമേനിമാരുടെ കൈമുത്ത് ഭദ്രാസന വിഷയമല്ലെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പേഴ്സണലാണ് അത്. പേഴ്സണലായിട്ട് ആളുകൾ കൊടുക്കുന്നതാണ്. അത് കൊടുക്കുന്നത് എൻ്റെ മഹത്വം കൊണ്ടല്ല. ഞാൻ ഈ സഭയുടെ അല്ലെങ്കിൽ ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്ത ആയതുകൊണ്ട് എനിക്ക് തരുന്നതാണ്. പക്ഷെ മെത്രാപ്പൊലിത്തായ്ക്ക് അങ്ങനെ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞേ. സ്വന്തമായി എന്താണ് ചെയ്യുന്നത്? ഞാനിത് നേരത്തെ ഉള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂർ ഭദ്രാസനത്തിലേക്ക് ചുമതല തന്ന് എന്നെ വിടുമ്പോൾ ഒരു കൽപ്പന മാത്രമാണ് എനിക്ക് കിട്ടിയത്. ബാംഗ്ലൂർ കത്തീഡ്രലിൽ താമസിച്ചുകൊണ്ട് ഭദ്രാസന ഭരണം നടത്തണമെന്നുള്ള പരിശുദ്ധ ബാവ തിരുമേനിയുടെ കൽപ്പന മാത്രമാണ് എനിക്കുണ്ടായത്. നിങ്ങളവിടെ പോയി അന്വേഷിക്കുക. നിങ്ങൾ സംശയമുള്ളവരൊക്കെ അവിടെ പോയി അന്വേഷിക്കൂ. അതിനുശേഷം ഒരു 13 വർഷം കൊണ്ട് എന്തൊക്കെ സ്ഥാപനങ്ങൾ, എത്ര വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ഈ പണത്തിൽ ഞാൻ പറഞ്ഞു, ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായ കാര്യത്തിൽ ഞാൻ പറയാം. ഒരു ഔദ്യോഗിക പിരിവ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അത് ദുബായിൽ പള്ളിയിൽ നിന്നാണ്. പരിശുദ്ധ ബാവ തിരുമേനിയുടെ കൽപ്പന പ്രകാരം ഞാൻ നടത്തിയ ഒരു കളക്ഷനാണ്. 64 ലക്ഷം രൂപയാണ് അന്ന് കളക്ട് ചെയ്തത്. അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, 3000 കുടുംബങ്ങളുള്ള ആ ദേവാലയത്തിൽ നിന്ന് 300ഓളം പേര് മാത്രമേ ഈ കാര്യങ്ങളിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളൂ. 10-1 ആളുകളാണ് അത് കൊടുത്തത്. നമ്മളിത് വ്യാഖ്യാനിച്ച് 3000 പേരും കാശ് തരികയാണെന്നും അത് മുഴുവനും കൂടെ കൊണ്ടുവന്ന് തിരുമേനി ചെലവഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതിനോടാണ് വിഷമമുള്ളത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 6ാം നിലയും 7ാം നിലയും വരെ നടന്ന് ചവിട്ടി കയറിയിട്ടുണ്ട്. അങ്ങനെയാണത് കളക്ട് ചെയ്തത്. ബാക്കി ഞാൻ പറയാം, അത് ഔദ്യോഗിക കണക്കാണ്, ഔദ്യോഗികമായ കളക്ഷനാണ്. അതല്ലാതെ ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ നിങ്ങൾ ചോദിച്ചാൽ അവർ സത്യസന്ധമായിട്ടത് പറയുമെന്നാണ് എൻ്റെ വിചാരം. ഞാനത് ഇങ്ങനെ പറയാൻ ഉള്ളൊരു കാര്യം, പല ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്നും പലപ്പോഴും കേൾക്കുകയും നമ്മൾക്കൊരു വൈദികൻ എന്ന നിലയിൽ നമ്മളതിന് വിശദീകരണം കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു ശൈലി ഉള്ളതുകൊണ്ടാണ് തിരുമേനിയോട് ഈ അഭിമുഖത്തിലൂടെ ചോദിക്കുന്നത്. അതായത് പേഴ്സണലായി ഒരു ഇൻകം തിരുമേനിക്ക് വരുന്നതിനെയോ അല്ലെങ്കിൽ വൈദികന് വരുന്നതിനെയോ ആരും എതിർക്കുന്നില്ല. പക്ഷേ ഒരു ഇടയൻ സഭയുടെ സ്വത്താണ്. അപ്പോൾ ഇടയന് വരുന്നതെല്ലാം നമ്മുടെ ജനങ്ങൾ ചിന്തിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇടയന് വരേണ്ടതെല്ലാം എല്ലാം സഭയ്ക്കുള്ളതാണ്. ഇടയന് സ്വന്തമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിഷ്കർഷ ജനങ്ങളുടെ ഉള്ളിൽ ഉള്ളതുപോലെയുണ്ട്. തിരുമേനിക്ക് ആ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആ ചിന്തയിൽ നിന്നാണ്. തിരുമേനി എടുത്തുകൊണ്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതല്ല, എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് കിട്ടണം, ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി, അതിനെയാണ് നമുക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എപ്രകാരമാണ്
ഈ തിരുമേനിക്ക് പേഴ്സണലായിട്ടും ചില ചിലവുകളുണ്ട്. അത് ആ ചിലവെന്ന് പറയുന്നതിനകത്തും എനിക്ക് തോന്നുന്നു ആളുകൾ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ വാഹനം ഒരു പ്രധാന പ്രശ്നമാണ്. അത് ഞാനതിലേക്ക് വരാം. അതല്ലാതെ ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു നോട്ടീസും ഇല്ലാതെ നമ്മുടെ മുമ്പാകെ ആവശ്യങ്ങളുമായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഇതിന് കണക്ക് ബോധിപ്പിച്ചും ബജറ്റ് ഉണ്ടാക്കിയും സമിതികളിൽ ആലോചിച്ചും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ചെയ്തതിൽ താമസമുണ്ടാകും, കാലതാമസമുണ്ട്. കാലതാമസത്തിൻ്റെ മാത്രമല്ല, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ പോകാൻ അവരുടെ ഇന്നൊരു അപേക്ഷ വാങ്ങിക്കണം, അത് റെക്കമെൻഡ് ചെയ്യാൻ ആൾ വേണം. നമ്മുടെ മുമ്പാകെ വരുന്ന ഒരാളിന് ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് കാശ് കൊടുക്കാനായിട്ട് പോകും. ഒരു തിടുമുട്ട് അത്യാവശ്യത്തിന് ഓടി വരുന്ന ഒരാൾക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന വാഹനത്തിൻ്റേത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ഞാനിപ്പോഴും ഒരു ഹോണ്ട സിറ്റിയിൽ തന്നെയാണ് നടക്കുന്നത്. ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആ വാഹനം ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ തുമ്പോൺ ഭദ്രാസനത്തിൽ വന്ന ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വാഭാവികമായും എൻ്റെ ശരീരം വേദനയിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നടുവേദന ഉണ്ടാകുന്നുണ്ട്, കാലുവേദന. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ, ഉദാഹരണം പറയാം, ഇന്നലെ തന്നെ ഞാൻ ഈ വാഹനത്തിൽ കോട്ടയത്തിന് പോയി തിരികെ പത്തനംതിട്ട വന്നപ്പോൾ ഒറ്റ യാത്രയിൽ തന്നെ 120 കിലോമീറ്ററാണ് യാത്ര ചെയ്തത്. അതൊരു കൈമുത്ത് കിട്ടുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്നൊന്നുമല്ല. ഇന്നലത്തെ എൻ്റെ യാത്രയെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ, ഇന്നലെ രാവിലെ മുതൽ ഞാൻ യാത്ര ചെയ്ത് മുഴുവനും കൂടെ കൂട്ടി നോക്കിയാൽ ഏതാണ്ട് 200 കിലോമീറ്ററിലധികം ഇന്നലെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്ന ഉടനെ ഒരുവിധമെങ്കിലും കംഫർട്ടബിളായിട്ടുള്ള ഒരു വാഹനം ആവശ്യമാണ്. ആഡംബര കാറുകൾ വേണമെന്ന് ഞാൻ പറയില്ല. ഇതിനെയും ഇപ്പോൾ വേണമെങ്കിൽ വിമർശിക്കാം. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് എന്നുള്ളത്. പക്ഷേ ഒരു കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്തില്ല എങ്കിൽ വളരെ പെട്ടെന്ന് രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരും. പിന്നെ ഒരാരാധനയ്ക്ക് പോലും സ്വസ്ഥമായി നിൽക്കാനൊക്കാത്ത ശാരീരിക വേദനകളുണ്ടാകും. എനിക്കിപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ജനം എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലാളിത്യത്തെപ്പറ്റി, ലളിത ജീവിതത്തെപ്പറ്റിയൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ ഇത്തരം ആഡംബരങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാര്യം സൂചിപ്പിക്കപ്പെടുന്നു. അതിനോട് ചേർത്ത് തന്നെ പറയേണ്ടി അല്ലെങ്കിൽ ചോദിക്കേണ്ടി വരുന്ന ഒന്ന്, നമ്മളുടെ മെത്രാപ്പോലിത്തന്മാർക്ക് ഒരുപക്ഷെ തുമ്പോൺ പോലെയുള്ള ഭദ്രാസനം വളരെ വിസ്തൃതമേറിയൊരു ഭദ്രാസനമാണ്, ഭൂപ്രകൃതി കൊണ്ട് പള്ളികളും ധാരാളമുണ്ട്. ഇതിനപ്പുറത്തേക്ക് നിരന്തരം പോകുന്നത് കൊണ്ടല്ലേ തിരുമേനി ഇപ്പോൾ സൂചിപ്പിച്ച യാത്രകൾ ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകളുടെ യാത്രകളായിരിക്കാം, അപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും ഒരു യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ? നമ്മുടെ ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില നോ പറയാനൊക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അത് പണം മാത്രമാണെന്ന് ചിന്തിക്കേണ്ട. എനിക്കിപ്പോൾ അച്ഛനോടുള്ളൊരു ബന്ധം ഏതെങ്കിലും പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അച്ഛനൊരു കാര്യത്തിന് പറയുന്ന ഉടനെ വേണമെങ്കിൽ എനിക്ക് സാധ്യമല്ല എന്ന് പറയാം. പക്ഷേ നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മളങ്ങനെ പറയാറില്ല. എങ്ങനെയെങ്കിലും എത്തിച്ചാൽ. അപ്പം ഞാൻ ഏറ്റവും കുറഞ്ഞത് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് വരെ വരണമെങ്കിൽ ഞാൻ ഓടിയേ പറ്റുകയുള്ളൂ. ഇതിനെല്ലാം ഞാൻ പറഞ്ഞല്ലോ, വേണ്ട എന്ന് വെക്കാം, നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെ ഇരിക്കാം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിലും ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ വിഭവ സമാഹരണം തുമ്പോൺ ഭദ്രാസനത്തിൽ നിന്ന് മാത്രം നടത്തിയാൽ തീരുകയില്ല. എനിക്കിതിന് വെളിയിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. വിദേശത്ത് പോകുന്നതെല്ലാം കളക്ഷന് വേണ്ടിയാണ് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്.
അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പരിശോധിക്കാത്തത് കൊണ്ടുണ്ടായ ദുർവ്യാഖ്യാനമാണെന്നേ ഞാൻ പറയുകയുള്ളൂ. പക്ഷേ കൗദാശികമായ ഇടപെടലുകൾ ഭദ്രാസനത്തിൻ്റെ ഉള്ളിൽ, കൗദാശികമായ അതിൽ ഉള്ള ചുമതലകൾ ഭദ്രാസനത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ചുകൂടെ പരിമിതപ്പെടുത്തിയാൽ നമുക്കൊരു പരിധിവരെ ഇത്തരം ആരോപണങ്ങളെ ചെറുക്കാനും ഭദ്രാസന ഭരണത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആളുകളുടെ ആത്മീയ ജീവിതങ്ങളിലേക്ക് ഇച്ചിരൂടെ അടുത്തു നിൽക്കാനും പറ്റില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വേണ്ടാന്ന് വെക്കണം. നമുക്ക് ഒരു കെട്ടിടവും വേണ്ട, ഒരു സ്ഥാപനവും വേണ്ട എന്ന് നമ്മൾ വെച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് നടക്കാവുന്ന ഒന്നാണ്. വൈദികർ നിരന്തരം ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയും 12ാം ക്ലാസ്സിലെ പരീക്ഷയും റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷനുണ്ട് സാധാരണ ഒരു പള്ളിയിലെ ഒരു വൈദികന്. അടുത്ത അഡ്മിഷൻ പ്രോസസ്സാണ്. സഭയുടെ സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, അതേപോലെ ആശുപത്രികൾ, ഇവിടെയൊക്കെയും ചെന്ന് ചേരാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധ്യതകൾ. എല്ലാവർക്കും അഡ്മിഷൻ കിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ ചോദിക്കുന്നു, ഇതെല്ലാം പിരിച്ചുണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. എവിടെയാണ് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാത്തത്? പത്തനംതിട്ട കാതലിക്കിൽ പോലും എല്ലാവർക്കും അഡ്മിഷൻ തരാം. ഒരുപക്ഷെ വിഷയം ഒന്ന് മാറ്റിയെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അവിടെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് പണം ആവശ്യമില്ലേ? കോൺട്രിബ്യൂഷൻ. ഇവിടെ ഒരു ലാബ് ഉണ്ടാക്കുന്ന ഇപ്പോൾ UGCയുടെ കുറച്ച് ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടാകും. പക്ഷേ ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാകുന്നതിന്, ഒരു കോളേജ് ഉണ്ടാകുന്നതിന് ചിലവില്ലേ? ആ ചിലവ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എല്ലാം ഫ്രീ എന്നുള്ളൊരു ധാരണ തന്നെ തെറ്റല്ലേ? നമ്മുടെ ആളുകളെ കരുതാൻ നമുക്ക് റിസോഴ്സസ് ഉപയോഗിച്ചുകൂടെ? ആ രീതിയിലേക്ക് നമ്മുടെ ഡെവലപ്മെന്റ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ഞാനിപ്പോൾ ഇവിടെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൻ്റെ ലോക്കൽ മാനേജരാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്മിഷൻ എത്രയോ പേർക്ക്, പാവപ്പെട്ടെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അഡ്മിഷൻ കൊടുത്തു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അല്ല, മെറിറ്റ് അടിസ്ഥാനത്തിലെങ്കിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ നമ്മളങ്ങനെയല്ലേ ചെയ്യുന്നത്? മെറിറ്റ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ 50% പോകുമല്ലോ. ബാക്കിയുള്ളത് നമുക്ക് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടല്ലോ, അവിടെ ഓർത്തഡോക്സുകാർക്ക് മാത്രം മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണല്ലോ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കോട്ട. പല സ്വാധീനങ്ങളിൽ 100% ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ കൂടെ ഇല്ലാതെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനൊക്കാത്ത ചില തലങ്ങളുണ്ട്. അവർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ 100% ഫ്രീ ആയിട്ട് അത് കൊടുക്കേണ്ടതായിട്ട് വരും. തിരുമേനി, അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും എന്ന് നമുക്ക് പലർക്കും അകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കറിയാം. ഇതിൻ്റെ പരിമിതികളും സാധ്യതകളും അറിയാം. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ പരിശുദ്ധ ബാവ തിരുമേനിയുടെ സഹോദരൻ പദ്ധതിയിലൂടെ നമുക്ക് വളരെയധികം ആളുകളിലേക്ക് ഈ സഹായങ്ങൾ എത്തുകയും അതേ സഹായങ്ങൾക്കനുസരിച്ചുള്ള തുകകൾ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേപോലെ നമുക്ക് ഭദ്രാസന അടിസ്ഥാനത്തിൽ കുറേ കൂടി വിപുലമായ ഒരു ഡെവലപ്മെൻറ്റ് ഈ ആളുകളുടെ ഉന്നമനത്തിനായിട്ട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ, ആരോഗ്യ, പാർപ്പിട മേഖലകളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തക്കവണ്ണം അതുപോലെയുള്ള പദ്ധതികൾ നമുക്ക് ഭദ്രാസന അടിസ്ഥാനത്തിൽ വിപുലമായ രീതിയിൽ, അത് 1, 10, 20 ലക്ഷമോ 30 ലക്ഷമോ ഒരു കല്യാണത്തിന് 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ കൊടുക്കുന്നതിൽ ഒതുക്കാതെ ഇച്ചിരി വിപുലമായ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുകയില്ലേ? അച്ഛൻ പറഞ്ഞ രീതിയിൽ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേയൊക്കെ പറ്റും. അപ്പോഴും മറുവശത്ത് അച്ഛൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ എൻ്റെ വിഭവസമാരണം നടത്തണോ അതോ യാത്ര ചെയ്യണോ? ഒരു വശത്ത് നമ്മൾ പറയുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന്, മറുവശത്ത് നമ്മൾ പറയുന്നു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റിടത്ത് പോകരുതെന്ന് പറയുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് നടക്കുന്നത്? ആളുകളെ കണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ആളുകളെ കാണണം, ചോദിക്കണം, എങ്കിൽ മാത്രമേ. ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഇവിടെ വരുന്ന ഒരപേക്ഷ പോലും ഇതുവരെയും, ഞാൻ വന്നിട്ട് ഇത്രയും ഒരു വർഷത്തിൽ കൂടുതലായി, ഇവിടെ വന്നിട്ടുള്ള ഒരപേക്ഷ പോലും എന്തെങ്കിലും കൊടുക്കാതെ വിട്ടിട്ടില്ല. തിരുമേനി, ഇത് പറയുമ്പം ഇത് കിട്ടാതെ പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. അതാ കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ 14,000-ഓളം കുടുംബങ്ങളുള്ള ഈ തുമ്പോൺ ഭദ്രാസനത്തിൽ ഞാൻ എല്ലാ പള്ളികളിലും ഒന്നും പോയില്ല. പക്ഷേ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള 5,000-6,000 കുടുംബങ്ങളുണ്ട്. പദ്ധതി തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
എവിടെ ചെന്നാൽ ഇത് തുടങ്ങേണ്ടത്, എവിടെ ചെന്നാൽ ഇത് അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഈ ഭദ്രാസനത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് 2 പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 150 വിധവമാർക്ക് 1000 രൂപ വെച്ച് പെൻഷൻ, അതോടൊപ്പം 150 പാവപ്പെട്ട കുടുംബങ്ങളിൽ മാസത്തിലൊരു ഫുഡ് കിറ്റ്. എത്ര ലക്ഷം രൂപയാകും? എവിടെ നിന്നാണ് ഈ പണം ഉണ്ടായത്? വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കാം. എനിക്ക് ഉറപ്പായിട്ടറിയാം, പള്ളികൾ പറയുന്ന പോലെ തന്നെ പെരുന്നാളിന് ഇഷ്ടം പോലെ കാശുണ്ട്. ഇവിടെ ഒരു ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്കിഷ്ടം പോലെ സ്പോൺസേഴ്സിനെ കിട്ടും പരിപാടികൾ നടത്താൻ. പക്ഷേ അച്ഛൻ പറഞ്ഞ വിധത്തിൽ ഒരു പാർപ്പിടം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തുമ്പോൺ ഭദ്രാസനത്തിലെ കർഷകർ, കിഴക്കൻ മേഖലയിലും ഒക്കെയുള്ള കർഷകർ വളരെയധികം ദുരിതത്തിലാണ്. അവർക്ക് വേണ്ടി ചോദിച്ചാൽ എന്ത് കിട്ടും? എവിടെ നിന്ന് കിട്ടും? തിരുമേനി ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഇരുന്ന സമയത്ത് ഇതേപോലെയുള്ള ഒരു പ്രശ്നം, പ്രതിസന്ധി അവിടെ നേരിട്ടിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നു. ചോദിച്ചാൽ ഇഷ്ടം പോലെ കാശ് കിട്ടുമായിരുന്നു. അല്ല, സഹായത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക്, ആളുകളിലേക്ക് എത്താൻ സഹായം വളരെയധികം ആളുകൾ അവിടെ ചോദിക്കാനില്ലായിരുന്നു. കാരണം ബാംഗ്ലൂർ പോലെയുള്ള സിറ്റിയിൽ എങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ ആളുകൾ കൈ അയച്ച്, പ്രത്യേകിച്ചും ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ കൈ അയച്ച് സഹായിക്കുക. കോവിഡ് കാലത്ത് ഏതാണ്ട് 1 കോടി രൂപയോളമാണ് നമ്മൾ വിവിധ ഇനങ്ങളിലായിട്ട് ചെലവഴിച്ചത്. പ്രളയകാലത്ത് അതുപോലെ ഒറ്റ ദിവസം കേരളത്തിലേക്ക് 16 ട്രക്കുകളാണ് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചത്. ഒറ്റ ദിവസത്തെ അനൗൺസ്മെൻറ്റ് കൊണ്ട് 16 ട്രക്കുകളാണ് കേരളത്തിലേക്ക് പോകുന്നത്. അതുപോലെയല്ല കേരളത്തിൽ. തിരുമേനി പറഞ്ഞു 6000 അല്ലെങ്കിൽ 4000 മുതൽ 6000 വരെയുള്ള ഒരു കുടുംബങ്ങളുടെ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ ഇതേപോലെ പല ഭദ്രാസനങ്ങളിലും ഏറ്റക്കുറച്ചിലുകളിലും ഉണ്ടാകാം. നമുക്കൊരു സഭ ആകമാനം അവരെ കരുതേണ്ടതല്ലേ? ഇത്തരം ആളുകളെ ചേർത്ത് നിർത്താനും ഒരു പദ്ധതി, ബൃഹത് പദ്ധതി ആലോചിക്കേണ്ടതല്ലേ? അത് 100% ഞാൻ പറയുന്നത് ആലോചിക്കേണ്ടതാണ്, പദ്ധതി പ്രാവർത്തികമാക്കേണ്ടതാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതിനൊരു, ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് അതത് പള്ളികൾ മാത്രം, പള്ളിക്കാരുടെ കാര്യം മാത്രമേ ഒക്കത്തുള്ളൂ. പള്ളിക്ക് പുറത്തേക്ക് ചിന്തിക്കണം. പള്ളി ഒരിക്കലും ഭദ്രാസനമെന്നോ മലങ്കര സഭയെന്നോ സ്വാഭാവികമായി ചിന്തിക്കുന്നില്ല. പിന്നെ ഭദ്രാസനത്തിൻ്റെ കാര്യം ആര് നോക്കണം? മെത്രാപ്പോലീത്ത. സഭയുടെ കാര്യം ആര് നോക്കണം? ബാവ തിരുമേനി. ലോകത്തിൽ ഈ ഒരു സഭയിലെ കാണുകയുള്ളൂ സഭയുടെ തലവൻ ഇങ്ങനെ പിരിവിന് നടക്കുന്നത്. വേറൊരു സഭയിലും ഇല്ല. പരിശുദ്ധ ബാവ തിരുമേനിയുടെ ഒരു ഇടപെടൽ പല കാര്യങ്ങളിലും ഉണ്ടെങ്കിലും ഇതിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് തിരുമേനി സൂചിപ്പിച്ചതുകൊണ്ട് ആ കാര്യത്തിലേക്ക് വരികയാണ്. പരിശുദ്ധ ബാവ തിരുമേനി ഈ സഭയുടെ ഒരു തലവനായിരിക്കെ നമ്മൾ പല വർഷങ്ങളിലും ഇത് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ദേവലോകം ആസ്ഥാനമായി ഈ നമ്മുടെ ഈ പോപ്പിൻ്റെയും മറ്റ് പാത്രികീസുമാരുടെയൊക്കെ ഒരു ജീവിത ശൈലികൾ, ഓഫീസ് രീതികളുമൊക്കെ മനസ്സിലാക്കിയതിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു ആസ്ഥാനത്ത് ഇരിക്കുകയും പ്രധാനപ്പെട്ട ഒക്കേഷൻസുകൾക്ക് മാത്രം പുറത്തിറങ്ങുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരേണ്ടതല്ലേ? നമ്മൾ കാലം ഒത്തിരി അതിക്രമിച്ചു പോയില്ലേ? അപ്പോൾ ആ തിരുമേനിയെ നമ്മളിങ്ങനെ എല്ലായിടത്തും പിരിവിന് വിടുകയും അല്ലെങ്കിൽ തിരുമേനി തന്നെ ഇതിൻ്റെ ഒരു നടത്തിപ്പ് കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ മുമ്പേ ഉന്നയിച്ച വിഷയം ഇവിടെ നിൽപ്പുണ്ട്. സഭാ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകേണ്ട കാര്യങ്ങൾ ആരാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? സുന്നോദസിൽ അതെല്ലാം മെത്രാച്ചന്മാർ, അതും ഭദ്രാസനങ്ങളിലെ കാര്യങ്ങളെല്ലാം നോക്കത്തുള്ളൂ. പള്ളികളിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കത്തുള്ളൂ. സഭയുടെ പൊതു കാര്യങ്ങളിൽ ആരാണ് നേതൃത്വം കൊടുക്കാനുള്ളത്? അത് ഞാൻ ആദ്യം പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവയാണ് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത്. അതിനുശേഷമുള്ള എല്ലാ കാതോലിക്കന്മാരുടെയും രീതി എന്ന് പറയാൻ അവരുടെ ഗതികേട് ഇതായിരുന്നു. ജീവിതശൈലി അങ്ങനെ തന്നെയാണ് പോകുന്നത്. ജീവിതശൈലിയല്ല അത്, ശൈലി എന്നൊന്നും പറയണ്ട, അങ്ങനെ ആയി പോകുന്നതാണ്. ആർക്കാ അച്ഛാ ഈ ആളുകളുടെ മുമ്പാകെ പോയി കൈ നീട്ടാൻ താല്പര്യമുള്ളേ? പക്ഷേ ഈ സഭയിൽ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മൾ അത് സഹിച്ച് നമ്മൾ പോകുന്നതാണ്.
ഞാൻ ചോദിക്കട്ടെ, അറിവില്ലായ്മയാണെങ്കിൽ ആ രീതിയിൽ അതിനെ കാണുക. സഭയുടെ സുനഹദോസും വർക്കിംഗ് കമ്മിറ്റിയും എല്ലാം കൂടി ഇരുന്ന് ചിന്തിച്ച് നമുക്കൊരു വേറൊരു സൊല്യൂഷനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു സാധ്യതയിലേക്ക് എത്താൻ പറ്റുകയില്ലേ? നമ്മളിങ്ങനെ എല്ലാ കാലങ്ങളിലും ഇതിങ്ങനെ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് മാറാൻ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ആവശ്യമില്ലേ? എൻ്റെ അറിവിൽ എന്തെങ്കിലും എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും ഒരു സഹായം ലഭിച്ചിട്ടുള്ള പരിമല ഹോസ്പിറ്റലിനാണ്. എൻ്റെ ഇതുവരെയുള്ള അറിവിൽ എന്തെങ്കിലുമൊക്കെ ലോണായിട്ടെങ്കിലും എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും ഒരു കളക്ഷൻ, അതല്ല ചർച്ചസ് ഹോൾ, അതല്ല വേറെ ഏത് കാര്യത്തിനാണ് നടന്നിട്ടുള്ളത്? കാതോലിക്ക ദിനപ്പിരിവാണ് നമ്മുടെ പൊതുവായ ഒരു കളക്ഷൻ. അത് ഈ 10 കോടിയിൽ മുട്ടിക്കാനായിട്ട് എത്ര വർഷം നമ്മളെടുത്തു? അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ സ്വന്തമായിട്ട് ഇറങ്ങും. ഞാൻ മുമ്പ് പറഞ്ഞാലേ, ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ചെന്ന് ഒന്നും ചെയ്യണ്ട, ഞാൻ പള്ളികളെല്ലാം സന്ദർശിച്ച് ആത്മീയ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് പോയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ബാംഗ്ലൂർ കത്തീഡ്രൽ പള്ളിയിലെ മുറിയിൽ ആ മെത്രാപ്പൊലീത്തായിരിക്കും. അത് മതിയോ? അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ ഇങ്ങനെ പറയുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ അതത് പള്ളിയുടെ മതിൽക്കെട്ട് വിട്ട് 5 പൈസ വെളിയിൽ പോകാൻ, അതിന് ഞാൻ വിദേശത്തെ പള്ളികളെ നമിക്കും. അവർ പല ഇടവകളിൽ നിന്ന് വരുന്നത് കൊണ്ടാകാം, പക്ഷെ ഞാൻ നമിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരു മെത്രാപ്പൊലീത്തായോടുള്ള ബന്ധം കൊണ്ടാകാം, ഒരു ഭദ്രാസനത്തോടുള്ള ബന്ധം കൊണ്ടാകാം, ഒരു സ്ഥാപനത്തോടുള്ള ബന്ധം കൊണ്ടാകാം, ആ പള്ളിയിൽ നിന്ന്, അവിടുത്തെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു വലിയ മനസ്സുള്ളവരവർ. അതില്ലായിരുന്നെങ്കിൽ ഈ സഭയുടെ സ്ഥിതി എന്തായിരുന്നേനെ? ഈ സഭയാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സഭയിലെ ആളുകൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഡെവലപ്മെൻറ്റ്സ് നടത്തിയതും ജീവിക്കുന്നതും. ഒരു വിദേശ ഫണ്ടിങ് ഇല്ലാതെ, ഒരു ഏജൻസിയുടെ സപ്പോർട്ടില്ലാതെ ഈ കാണുന്നത് മുഴുവൻ ഈ സഭയിലെ ജനങ്ങൾ കൊടുത്താണെന്നാണ് എൻ്റെ വിചാരം. സഭയുടെ സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്, അനിവാര്യമാണ്. കാരണം നമുക്ക് അതുപോലെ ആളുകളെ സഹായിക്കുകയും കരുതുകയും ചെയ്യേണ്ടതുണ്ട്, സഭയ്ക്ക് പുറത്തുമുള്ളവരെ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ചില ആശയങ്ങൾ, നമുക്ക് നമ്മുടേതായ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥാപനങ്ങളും രീതികളുമുണ്ട്. പാരമ്പര്യമായി നമ്മുടെ തൊട്ടിരുന്ന സ്കൂള്, ആശുപത്രിയൊക്കെ വിട്ടിട്ട് ഈ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, സഭയുമായി ബന്ധപ്പെട്ട ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള, തിരുമേനിക്ക് പരിചിതമാണല്ലോ വിദേശത്തുള്ള സഭകളുടെ മൊണാസ്ട്രീസ്, അവരുടെ സ്വയം പര്യാപ്തമാണ്. ആ രീതിയിലേക്ക് വളരത്തക്ക രീതിയിൽ ഭദ്രാസന അടിസ്ഥാനത്തിൽ ഓരോ ഭദ്രാസനങ്ങൾക്കും ഓരോ ചുമതലകൾ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അത് മെഴുകുതിരി നിർമ്മാണമാകാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരിശുകൾ, അല്ലെ അതുപോലെയുള്ള സുവനീഴ്സ് പോലെയുള്ള കാര്യങ്ങൾ. തിരുമേനിക്ക് അങ്ങനെ ഒരു ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ. നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. സഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഇൻകം സ്റ്റോപ്പായി തുടങ്ങി. അപ്പോൾ അതത് ഭദ്രാസനങ്ങൾ റിസോഴ്സസ് കണ്ടെത്തുക എന്നുള്ള നിലയിലേക്ക് മാറണം. മൗണ്ട് ആദോസ് എന്ന് പറയുന്ന ആശ്രമ പ്രസ്ഥാനത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. വളരെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളുള്ളത്. പക്ഷേ അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഗ്രീസിലെ മെയിൻ ലാൻഡിലെ മുന്തിരി തോപ്പുകളാണ്. അവർക്ക് വേണ്ടി അത്രയും ഇൻവെസ്റ്റ് ചെയ്താണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല വിദേശ സഭകളും. നാം ആ നിലയിലേക്ക് വളർന്നെങ്കിലേ സാധിക്കുള്ളൂ. ഇനി മുന്നോട്ട് പോകാൻ ഒക്കില്ല. അല്ലാതെ എല്ലാ കാലങ്ങളിലും ഇങ്ങനെ ജനങ്ങളോട് നമ്മൾ പിരിവുകൾ ചോദിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ ആളുകളെ നാം കരുതുന്നതിനെ പറ്റിയാണ് നമ്മൾ കുറേ നേരമായി സംസാരിക്കുന്നത്. നമ്മൾക്ക് പുറത്തും അകത്തുമുള്ള ആളുകളെ കരുതാൻ സാമ്പത്തികം ആവശ്യമാണ്. എന്നാൽ സാമ്പത്തികം ആവശ്യം ഇല്ലാത്ത ചില മേഖലകൾ കരുതലിൻ്റേതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഈ പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന ചില വിഭാഗങ്ങളുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് പോലെയുള്ള ആളുകൾ. അവരെ നമ്മൾ എങ്ങനെയാണ് ഈ സഭയുടെ അരികിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു വീക്ഷണം? ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് മാനസികമായി സ്വീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേയധികം ബാരിയേഴ്സ് ഉണ്ട്. പിന്നെ അവരോടൊരു എമ്പതിയും അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു മിനിസ്ട്രിയും ചെയ്യുവാനായിട്ടുള്ളൊരു
ധാരണ നമുക്കുണ്ടായിട്ടുണ്ട്. വേദശാസ്ത്രത്തിൻ്റെ എന്നാൽ വേദശാസ്ത്ര ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ അതിനോട് യേസ് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന വേദശാസ്ത്ര ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ നമുക്ക് കഴിയൂ. എന്നാൽ അതോടൊപ്പം മറ്റൊരു കാര്യം, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമായി ഈ മേഖലയിൽ വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കും, മറ്റ് ഓർത്തഡോക്സ് സഭകളെ കൂടെ പരിഗണിക്കാതെ. മനുഷ്യനെ കരുതണ്ടേ? അല്ല, അതാണ്. അപ്പോൾ ഒരു ഓർത്തഡോക്സ് ഫാമിലി എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാത്രമായിട്ടൊരു സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എടുക്കാനും സാധിക്കുകയില്ല എന്നാണ്. അവിടെയാണ് നമുക്ക് മിനിസ്ട്രി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ലല്ലോ, പ്രകൃതിക്ക് മുഴുവൻ നൽകുന്ന ഒന്നാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ആ നിലയിൽ ഉള്ള മിനിസ്ട്രി, ഒരു എമ്പതി അവർക്ക് വേണ്ടതായിട്ടുള്ള, അറ്റ്ലീസ്റ്റ് അവരെ ഒരു ജഡ്ജ്മെൻ്റലാകാതെയും അവരെ കൂടെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുമൊക്കെയുള്ള ഒരു ആലോചന. അതിനാദ്യം നമ്മുടെ മനസ്സ് അതിന് പരുവപ്പെടണം. നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ മനസ്സും എന്ന് പറഞ്ഞാൽ കൾച്ചറലി ഓൾസോ അത് ഓറിയൻറ്റഡ് ആണ്, അങ്ങനെ മോൾഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഒന്ന് തിരികെ അതിനെ ഒന്നൊരു പരുവപ്പെടുത്താനായിട്ടുള്ള ഒരു ടൈം ആവശ്യമുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള ഓറിയൻറ്റേഷൻ ആവശ്യമുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ജനങ്ങൾ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. എത്ര വർഷത്തെ പരിശ്രമമാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ തന്നെ തോമസ് അച്ഛൻ കൗൺസിലിംഗ്, പക്ഷേ എത്ര പേര് അതിന് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അത്രയും വർഷമെടുത്ത് നമ്മുടെ ഈ സംസ്കാരത്തിലും നമ്മുടെ ഈ സഭയിലും കൗൺസിലിങ്ങിനെ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അതൊരു കൾച്ചറലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേദശാസ്ത്രപരമായി ഈ വിഭാഗത്തിൽ വരുന്ന ആളുകളെ നമുക്ക് പൂർണ്ണമായും വേദശാസ്ത്രപരമായി നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ലെങ്കിലും മാനുഷിക പരിഗണനയിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് തിരുമേനി സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എമ്പതി ഉണ്ടാകണം. അവരെ സഹായിക്കാൻ കഴിയുന്ന മേഖലകളിൽ അവരെ സഹായിക്കുകയും അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യണം. ഒരുപക്ഷെ അവരാവശ്യപ്പെടുന്ന അതിലും വലിയ കാര്യങ്ങളായിരിക്കും. അതിനെ ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷേ സഭ എന്നുള്ള നിലയിൽ അതിനുള്ള ചില പരിമിതികളുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ HIV AIDS പോലെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിയ, അവരുടെ കുടുംബത്തെ ഒക്കെ ചേർത്ത് നിർത്തിയ ഒരു സഭയാണല്ലേ നമ്മുടെ. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഇതൊരു കുറച്ച് കാലം കൊണ്ട് അത് വന്നു ചേരുമായിരിക്കും. നമ്മൾ മിക്കവാറും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ചും ജെൻഡർ, സെക്സ് തുടങ്ങിയ വാക്കുകളിലൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റിഗ്മകളുണ്ട്. അത് മാറി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇതേ അപ്രോച്ച് തന്നെ ആയിരിക്കണമോ നമ്മളുടെ വിശ്വാസത്തിൽ കൂടി നടക്കുന്ന ഒരാൾ മറ്റൊരു മതവിശ്വാസത്തിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ പങ്കുകാരായതിനു ശേഷം നമ്മളോട് ചേർന്ന് നിൽക്കുക? ഒരേ സമയം രണ്ടു വള്ളത്തിൽ കാലുവെച്ച് പോകുന്ന ആളുകളെ കർത്താവ് തന്നെ അതൊക്കത്തില്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മാമോദിസ ഏറ്റ് കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിത്യജീവൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തൂടെ വേറൊന്നും നടക്കൂ. അപ്പോൾ കർത്താവ് എനിക്ക് ആരാണ്? എല്ലാം ദൈവം അല്ലേ? അപ്പോൾ യേശു ആരാ? യേശു ക്രിസ്തു ആരാണ്? നമ്മളത് പറയുന്നതിൽ ഇച്ചിരി പുറകോട്ട് പോകുന്നുണ്ടോ തിരുമേനി ഇപ്പോൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്? പിന്നെ തീർച്ചയായിട്ടും. എന്തിനാണ് നമ്മൾ പറയാൻ പഠിക്കുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പ്രത്യേകിച്ചും ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ മാത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഹൈന്ദവ സഹോദരങ്ങളോട് ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരാളാണ്. മലബാറിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെയുള്ള നമ്മുടെ വീട്ടുകാരൊക്കെ മുസ്ലിം സഹോദരങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ നാട്ടിലെ ക്രിസ്ത്യാനികളെല്ലാം മാത്തൂര അമ്പലത്തിൽ പോയി ആരാധന നടത്തുമെന്നുള്ളതല്ല. നമ്മുടെ മലബാർ ഭദ്രാസനത്തിലെ ആളുകളെല്ലാം മുസ്ലിം പള്ളിയിൽ പോയി നമസ്കരിക്കുമെന്നുള്ളതല്ല. അപ്പോൾ ഈ ഒരു ഹാർമണി നമുക്ക് നിലനിർത്തുകയും
വിശ്വാസ ജീവിതത്തിൽ യേശുക്രിസ്തു ആരാണെന്നുള്ളൊരു ബോധ്യത്തിൽ വളരുകയും ചെയ്താൽ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലാതെ. അങ്ങനെ ആരെങ്കിലും രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മതങ്ങളെയും അല്ലെങ്കിൽ രണ്ട് പാതകളെയും രണ്ട് മാർഗങ്ങളെയും തുച്ഛീകരിക്കുകയാണെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നത്? പൗലോസ്ലീഹയൊക്കെ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്ര പവിത്രമായിരിക്കണം. അപ്പോൾ വേറൊരാളോട് പാടില്ലല്ലോ, വേറൊരാളോടുള്ളൊരു ബന്ധം പാടില്ലല്ലോ. അപ്പോൾ ഈ യേശുക്രിസ്തുവുമായിട്ട് ഒട്ടിച്ച് ചേർത്ത് ആ ശരീരത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വേറൊരു മതത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്? ജ്ഞാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു ആശയം ആണല്ലോ ഇതിൻ്റെ എല്ലാം പല കാര്യങ്ങളിലും എടുത്തുപയോഗിക്കുന്നത്. ഈ ഏകത്വം എന്ന് പറയുന്നത് ഒന്നിച്ചു പോകുന്ന ഈ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയം ഈ ആരാധനയിലേക്ക് കടന്നുകയറ്റമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതെ, തിരുമേനി ആ ഒരു കാര്യത്തിനോട് ഞാൻ വിയോജിക്കുന്നു. പരിധി എവിടം വരെ ആയിരിക്കണം തിരുമേനിക്കുന്നു ഒന്ന് വിശദീകരിക്കാൻ പറ്റും? അല്ല, ഓർത്തഡോക്സ് സഭയിൽ അറിയാമല്ലോ, ഓർത്തഡോക്സ് സഭയിൽ കൂദാശകൾ എന്ന് പറയുന്നത് മാമോദീസ ഏറ്റ വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് കൃത്യമായ ബൗണ്ടറിയും കൃത്യമായ നിർവചനവും നമുക്കുണ്ട്. അതിനങ്ങേപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. നമ്മൾ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. അങ്ങനെ ഒരാൾ പോയാൽ അവർ തന്നെ സഭയ്ക്ക് പുറത്തു പോകും എന്നാണല്ലോ നമ്മുടെ നിയമം. ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ നിയമങ്ങൾ പാലിക്കുവാൻ ബാധ്യസ്ഥനാണ്. ഞാനതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ എനിക്കെതിരെ നടപടിയുണ്ടാകും. പക്ഷെ അയാൾ വിചാരിക്കുകയാണ് ദൈവം എന്നോട് ക്ഷമിച്ചുകൊള്ളൂ, തിരിച്ചു വരുന്നു, ഒന്നും അറിയാത്തതുപോലെ നമ്മളോടൊപ്പം ചേർന്ന് നടക്കുന്നു. അല്ല, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു മനസ്സാക്ഷി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് അയാൾ ചിന്തിക്കേണ്ടതാണ്. അല്ല, അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രതിസന്ധി അതാണ്. ശരികളും തെറ്റുകളും എല്ലാം വ്യക്തികളാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഞാൻ പറയുന്നത് ശരിയും തെറ്റും നിശ്ചയിക്കേണ്ടത് യേശുദമ്പുരാൻ്റെ ജീവിതവും വചനവും അടിസ്ഥാനത്തിൽ ശരി തെറ്റുകൾ നിശ്ചയിച്ചാൽ ഏത് ശരി ഏത് തെറ്റെന്നുള്ളത് ബോധ്യപ്പെടുത്തി തരും. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അത് ഏത് വിശ്വാസമാണെന്നുള്ളത്. ഇപ്പോൾ ഒരു വിശ്വാസവും ഇല്ലാത്തവനും രക്ഷയുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളല്ലേ. അപ്പോൾ ഇതിനോട് ചേർന്ന് വരുന്ന ഒന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. ആ അതിർവരമ്പുകളാണ് ചില നമ്മുടെ ഈ പുതിയ തലമുറയിൽ അത് കൃത്യമായി അവർക്കതിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. എല്ലാവരും വിളിക്കുന്നത് ദൈവത്തെയാണ്. അല്ല, നമ്മൾ ഈ വിട്ടുവീഴ്ച എന്തിനു ചെയ്യണമെന്നാണ് പറയുന്നത്? ആളിനെ നിലനിർത്താനോ ആളിനെ കൂട്ടാനോ? കർത്താവ് പോലും പറഞ്ഞിട്ടില്ലേ, കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കാണുമെന്ന്. നമ്മളെന്തിനാണ് ഈ അങ്കലാപ്പപ്പെടുന്നത്? അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല. കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസമുള്ള വളരെ കുറച്ച് ഒരു ശേഷിപ്പേ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ക്വാളിറ്റി നഷ്ടപ്പെടുത്തി ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ഞാനങ്ങനെയാണ് പേഴ്സണലി വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ക്വാളിറ്റി നമ്മുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കും നമ്മുടെ സഭയുടെ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്കും ഇല്ലാതെ പോകുന്നുണ്ടുള്ളതാണ്. സഭയുടെ വിശ്വാസം, ആരാധന എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത്തരം ഒരു ശൈലി തിരുമേനിക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി. സഭയെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഞാനതും ചിലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സഭയെ ഇപ്പോൾ എല്ലാവരും അതിൻ്റെ കൗതാശിക തലത്തെ വിട്ടിട്ട് അതിനെക്കുറിച്ച് ആർക്കും ഒരു കൺസേണും ഇല്ല. അത് വിട്ടിട്ട് സാമുദായിക തലമാണ് സഭയെന്ന് വിചാരിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യം, കൗതാശിക സഭയാണ് കർത്താവ് സ്ഥാപിച്ചത്. അതിലൂടെയാണ് രക്ഷ. സാമുദായികം എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. സാക്രമെൻ്റൽ എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ നമുക്ക് സഹായങ്ങളിലേക്ക് പോകാം, അത്രേ ഉള്ളൂ. പക്ഷേ ആളുകൾക്ക് ഇന്നത് പിടികിട്ടുന്നില്ല. ആളുകൾക്ക് ഒട്ടുമേ മനസ്സിലാകുന്നില്ല.
മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് നേതൃത്വം നൽകുന്നവരുടെ വീഴ്ചകളുമുണ്ടല്ലോ. ശരിയായ വിശ്വാസത്തിൻ്റെ പഠനത്തിൻ്റെ ആഴമേറിയൊരു കുറവ് ഉണ്ട്. ടീച്ചിങ്ങും ലേണിങ്ങും ഈ സഭയിൽ കുറഞ്ഞു പോയതാണ് നമ്മുടെ അപകടം. സൺഡേ സ്കൂൾ പഠനമാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സഭയിൽ ഒരു പഠന പ്രക്രിയ നടക്കുന്നത്. ഇപ്പോഴും ദിവ്യബോധനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ സൺഡേ സ്കൂൾ പഠനത്തിന് പോലും പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. 80% മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടി പരീക്ഷയിൽ, സൺഡേ സ്കൂൾ പരീക്ഷയിൽ, ഒരു 2-3 മാസം കഴിയുമ്പോൾ ഒരു പ്രയർ നോട്ടീസ് കൊടുക്കാതെ, നേരത്തെ പറയാതെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആ കുട്ടിക്ക് കൊടുത്താൽ 80% കിട്ടത്തില്ലെന്ന് മാത്രമല്ല, കുട്ടി തോറ്റുപോകാൻ വരെ സാധ്യതയുണ്ട്. കാരണം എക്സാം ഓറിയൻറ്റഡ് ആണ്. വളരെ വലിയ കോമ്പറ്റീഷനാണ് സൺഡേ സ്കൂൾ പരീക്ഷ, സൺഡേ സ്കൂളിലെ മത്സരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ തലം മുതൽ തന്നെ നമ്മുടെ പഠന പ്രക്രിയ നിന്നുപോയി. അത് പഠിപ്പിക്കണം. ഞാനീ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വർഷങ്ങളായി ശുശ്രൂഷയിൽ കൂടുന്നവരോട് നിഷ്ഠയിൽ നിന്നെ പെറ്റ എന്ന വരി ഒന്ന് വ്യാഖ്യാനിച്ചു തരാൻ പറഞ്ഞാൽ കണ്ണി നോക്കിയിരിക്കും എന്നുള്ളതല്ലാതെ ഇത് റിപ്പീറ്റഡായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ലഭിക്കുന്ന ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിൽ ജീവിക്കുകയാണ്. ഇതേ പട്ടാങ്ങപ്പെട്ട പ്രാർത്ഥന പണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇതേ വിഷയം ഉണ്ടായിരുന്നു. ഈ വാക്കിൻ്റെ അർത്ഥം അത് അറിയത്തില്ലായിരുന്നു. ഈ ഇപ്പം സ്ഥാനികളെന്നുള്ളത് മാത്രമൊന്നുമല്ല, പക്ഷേ സ്ഥാനികൾ ഉൾപ്പെടെയുള്ളവർ, ഞാൻ പറഞ്ഞത് നേതൃത്വങ്ങളിൽ വരുന്നവരെല്ലാം ഈവാനീസ് തിരുമേനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോട്ടയത്തെ ഗീവറീസ് മാർ ഈവാനീസ് തിരുമേനി ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചെയ്യണമെന്നൊന്നുമല്ല, പക്ഷേ തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്ന ഇതാണ്, വിശ്വാസ പ്രമാണമെങ്കിലും അറിയുന്നവൻ മതി ഈ ഭരണത്തിലേക്ക് വരുന്നത്. കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ. പൊതുയോഗത്തിന് ഇരിക്കുന്നതിന് കുമ്പസാരിക്കണോ? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യം, പിതാക്കന്മാർ ചിന്തിച്ചത് എങ്ങനെയാണ്, ഒരു പ്രാവശ്യമെങ്കിലും കുമ്പസാരിക്കുന്നവൻ പൊതുയോഗത്തിലിരുന്നാൽ മതി, തീരുമാനിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുണ്ടായത്. അപ്പോൾ അതില്ലാതെ വരുന്നതിൻ്റെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നേതൃത്വ നിര മാത്രമല്ല, അടിസ്ഥാനപരമായി വീട്ടിലെ സഭ ഇല്ലാതായിപ്പോയി. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. അതെ, പ്രധാനമായും ഭവനത്തിലെ സഭ ഇല്ലാതായി. പള്ളിയിൽ നമ്മൾ എത്ര മണിക്കൂറാണ് കിട്ടുന്നത്? 3 മണിക്കൂർ. ആ 3 മണിക്കൂറും കൊണ്ട് എന്ത് ചെയ്യാനാണ്? അതിൽ തന്നെ പങ്കെടുക്കുന്ന സമയം പലർക്കും പലതാണ്. ഞാനും അച്ഛനും ഒക്കെ പ്രാർത്ഥന പഠിച്ചത് പുസ്തകത്തിൽ നോക്കിയാണ്. നമ്മളിത് വീട്ടിൽ കേട്ടി പഠിച്ചതല്ലേ, ആരാധനയിൽ ചൊല്ലി. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഈ സഭയിൽ. അതിനെ എങ്ങനെ തിരിച്ച് പിടിക്കാനായിട്ട് സാധിക്കും? അത്ര ഈസിയൊന്നുമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് മുഴുവൻ ഈ റീൽസ് ആണല്ലോ. റീൽസിൻ്റെ ദൈർഘ്യം എത്ര സെക്കൻഡാണ്, അല്ലെ എത്ര മിനിറ്റാണ്? അതുകൊണ്ട് തീരുന്ന പരിപാടികളിലേക്ക് നമ്മുടെ ബ്രെയിൻ ഓറിയൻറ്റഡായി. അപ്പോൾ അതുകൊണ്ട് ഈ ദീർഘമായ ആരാധനകളിലൊന്നും പഠിപ്പിക്കലുകളിലൊന്നും പ്രസംഗങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. താല്പര്യമില്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവരുടെ മൈൻഡ് അങ്ങനെ ഓറിയൻറ്റഡായിപ്പോയി. ഇതിനെപ്പറ്റി എന്തെങ്കിലും സുന്നോദോസികളിൽ ചർച്ചയോ അല്ലെങ്കിൽ തിരുമേനിമാരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നമ്മൾ കൺസേൺസ് ഒക്കെ പറയാറുണ്ട്, പക്ഷേ റെമഡി ഇല്ല. എന്തെങ്കിലും ഒരു പരിഹാരം? എത്രയോ, ഞാൻ പരിശുദ്ധ സുന്നോദോസിൽ അംഗമായതിനു ശേഷം തന്നെ എത്രയോ പ്രാവശ്യം ഈ വിഷയം ചർച്ച ചെയ്ത പേപ്പറുകൾ അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നു. പക്ഷേ പ്രാക്ടിക്കൽ ലെവലിലേക്ക് പോകുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നത്, ഇതിനും ഒരു സയൻറ്റിഫിക് പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടാകണം. എങ്ങനെ ഈ മാധ്യമങ്ങളെ, എങ്ങനെ സയൻസിനെ വിശ്വാസ പഠനത്തിനും വചന ശുശ്രൂഷയ്ക്കും ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനം ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ഈ സൺഡേ സ്കൂളിലെ വിദ്യാഭ്യാസത്തെപ്പറ്റി തിരുമേനി പറഞ്ഞു. അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലതും പ്രാർത്ഥനകളും വിശ്വാസവും പഠനവും പാഠപുസ്തകവും പോലും അറിയാത്ത അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ ശൈലിയൊന്നും മാറ്റാൻ നമുക്ക് ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ പണ്ട് മുതലേ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സ്കൂളുകളുണ്ട്. അവർ
എക്സാം ഓറിയൻറ്റഡ് അല്ല. അവരുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിലൂടെ അവർ ഒരു വിദേശ പഠന രീതിയാണ്. അത് അവിടെ വരുന്നു, അവർ കുക്കിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഓരോന്ന് ചെയ്തു പഠിക്കുന്നു. ആ ചെയ്തു പഠിക്കുന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി അവർ അതിൻ്റെ പൊരുളുകൾ, അതിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയും, ശാസ്ത്രവും അതിൻ്റെ ചരിത്രവും എല്ലാം അറിയും. ആ രീതിയിലേക്ക് നമ്മുടെ സൺഡേ സ്കൂൾ മാറേണ്ടത്. ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നു, ടീച്ചർ വായിക്കുന്നു. നമുക്കിതിന് സമയവും സ്ഥലവും ഇല്ല. അമേരിക്കയിലെ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ 22 സഭകളുടെ ആരാധനാ രീതികളും ഒക്കെ ഞാൻ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു ചർച്ചിൽ ചെന്നപ്പോഴേ നസ്രയത്ത് പട്ടണം സെറ്റ് ഇട്ടിരിക്കുകയാണ് പള്ളിയുടെ കോമ്പൗണ്ടിൽ. പിള്ളേരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ കണ്ട് അതിനകത്ത് ആക്ടിവിറ്റി ചെയ്ത് പഠിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്തതാണ്. നമുക്കിവിടെ എവിടെയാണ് ഒരു പള്ളിയും കഷ്ടിച്ചൊരു കെട്ടിടവും ഉള്ളിടത്ത് ഇത് ഇടാനൊക്കെ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ഈ സൺഡേ സ്കൂൾ അധ്യാപകരോട് ഞാൻ പറയുന്നുണ്ട്, ചുറ്റുവട്ടത്തിലിരിക്കാൻ ഉള്ള പിള്ളേരുടെ എണ്ണമേ ഉള്ളൂ ഇന്ത്യയിൽ. ഇപ്പോൾ ദുബായിലൊക്കെ പോയാൽ ധാരാളം കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ പോലും എന്ന് പറഞ്ഞാൽ ഒരു അനിമേഷനോ പഠിപ്പിക്കാൻ പോലുമുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഒരു കുട്ടി കാണുന്നതും ചെയ്യുന്നതും കേൾക്കുന്നതുമായതിൽ നിന്ന് വളരെയധികം ഒരു 25 വർഷം പഴക്കമുള്ള ഒരു മെത്തഡോളജി ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ വിശ്വാസ പഠന പ്രക്രിയ ഇപ്പോഴും കൊണ്ടുപോകുന്നത്. കണ്ടൻ്റ് ഒരിക്കലും മാറ്റണ്ട, മെത്തഡോളജി മാറ്റിയേ പറ്റത്തുള്ളൂ. ആ മെത്തഡോളജി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഓറിയൻറ്റേഷൻ വേണം, അതിന് എക്യുപ്ഡ് ആയിട്ടുള്ള ആൾ വേണം. അതിൻ്റെ അർത്ഥം പഴയ സൺഡേ സ്കൂൾ അധ്യാപകരെ എല്ലാം മാറ്റണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പഴയ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് അസിസ്റ്റൻ്റായിട്ട് ചെറുപ്പക്കാരെ കൊടുക്കാം, ടെക്നോളജി അറിയാവുന്ന. അപ്പോൾ ഒരു പിടിക്ക് 2 പക്ഷി, പഠിപ്പിക്കുകയും ചെയ്യാം, ചെറുപ്പക്കാരെ എൻഗേജ് ആയി നിർത്തുകയും ചെയ്യാം. ഇങ്ങനെ കാര്യമായ ഒരു പഠന സഭയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പഠനമൊക്കെ ഇങ്ങനെ പേപ്പറൊക്കെ അവതരിപ്പിച്ച് പോയാൽ പോരാ, അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാകണം. ഈ സംവിധാനങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് ഈ അധ്യാപക ക്ലാസ്സുകൾ വെക്കാറുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു സൺഡേ സ്കൂളിൻ്റെ അർദ്ധവാർഷിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു പലരും ഇതൊരു പ്രസംഗകൻ വരുന്നു, അയാളൊരു ടോപ്പിക് എടുക്കുന്നു, അയാൾ പറയുന്നു, തിരിച്ചു പോകുന്നു. അധ്യാപകരെന്ന് പറയുന്നവർ വ്യത്യസ്തങ്ങളായ ഡിനോമിനേഷൻസിൽ നിന്ന് വരുന്നവരാണ്. ആ വരുന്നവർക്ക് പലർക്കും ഭൂരിഭാഗം നമ്മുടെ ഈ സൺഡേ സ്കൂൾ കൈകാര്യം ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, സ്ത്രീ സമൂഹമാണ്. അവർക്ക് പലർക്കും ഈ സഭയുടെ അടിസ്ഥാനപരമായൊരു ജീവിത ശൈലിയിൽ നിന്ന് മാറി ചിലപ്പോൾ വന്നിട്ടുള്ളവരാകാം ചിലർ. അവർ ഇത് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ജീവിത സാക്രമെൻ്റൽ ഇപ്പം നമ്മൾക്ക് പലതും ഓരോ മൊഡ്യൂൾ തിരിച്ചാണ് നമ്മളുടെ ഇപ്പോഴത്തെ സൺഡേ സ്കൂളിൻ്റെ പുസ്തക ക്രമീകരണങ്ങൾ. അതിതിനെ ബാധിക്കുന്നതായി തിരുമേനിക്ക് തോന്നിയിട്ടുണ്ടോ? വളരെയധികം. ഒരു സൺഡേ സ്കൂൾ അധ്യാപകയോട് പഠിപ്പിക്കേണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെന്നോട് എന്തിനാണ് വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന്. സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് അന്നേരം തന്നെ പറഞ്ഞു, ഇനിയും മുതൽ ഇവരെ പഠിപ്പിക്കേണ്ട, ഈ കാര്യം പഠിച്ച് സമ്മതിച്ചിട്ടും മതിയെന്ന്. 2 കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഒന്ന്, ഏതൊരു അധ്യാപനത്തിനും ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ആ അധ്യാപനം തിരഞ്ഞെടുക്കുന്നതിനൊരു പ്രോസസ്സുണ്ട്. നമുക്കുണ്ടോ? സൺഡേ സ്കൂളിൽ അതില്ല. ഇല്ല. ഇനി അങ്ങനെ തിരഞ്ഞെടുത്ത ഒരാളിനെ തന്നെ അങ്ങനെ ഒരാളെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുക്കാൻ നമ്മൾ മെനക്കെടാറുണ്ടോ? ഇത് രണ്ടും പുനഃസ്ഥാപിക്കണം. പിന്നെ ഞാൻ പറയും, ക്ലാസ്സുകളിലെ അധ്യാപകരുടെ അപ്പോയിൻമെൻറ്റ് തന്നെ സൂക്ഷ്മതയോടെ വേണം. പ്രത്യേകിച്ചും ഒരു 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള സൺഡേ സ്കൂൾ അധ്യാപകരുടെ ക്ലാസ്സുകളിലെ നിയമനം കൃത്യമായി ആലോചിച്ച് വേണം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു പ്രായം അതാണ്. ഇവിടെ ആരെങ്കിലും കൊണ്ടിട്ടിട്ട് കാര്യമുണ്ടോ? തിരുമേനി, ഈ പഠന ശൈലിയുടെ ഒരു പ്രശ്നം ആയിട്ടല്ല ഞാൻ അത് സൂചിപ്പിച്ചത്. വ്യത്യസ്തങ്ങളായ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഈ സഭയുടെ അംഗമായി തീരുമ്പോൾ അവർക്ക് ഈ സഭയുടെ വിശ്വാസത്തെയും മാഹാത്മ്യത്തെയും
ഇച്ചിരൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഞാൻ ഈ സഭയുടെ ആണ്, ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നാണ് ഇപ്പോഴും പലരും പറയുന്നത്. അങ്ങനെയല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അച്ഛാ, നമുക്കതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരാൾ സഭയിലേക്ക് വരുമ്പോൾ ഒരാളെ വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സില്ലേ? പക്ഷേ ഇടിപിടിയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് അമേരിക്കൻ ഡയസസുകൾ. അവിടെ മറ്റ് സഭാവിഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സഭയിലേക്ക് വിവാഹം ചെയ്യാൻ വരുന്നതിന് മിനിമം 1 വർഷത്തെ പഠനം നടത്തിയേ പറ്റുകയുള്ളൂ. അതിനവിടുത്തെ അച്ഛന്മാർ മെനക്കെടാറുണ്ട്, അതിന് പഠനം നടത്താറുണ്ട്. അവർ വില്ലിങ്ങുമാണ്. വിരുന്ന് വരും. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു കൊറിയൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. 1 വർഷമാണ് അച്ഛൻ വിശ്വാസ പഠനവും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുമായിട്ട് അവർക്ക് നടത്തിയത്. ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അവനെ കണ്ടു. ഇവിടെ ജനിച്ചു വളർന്ന എല്ലാവരെയും വളരെ ആഴമായ വിശ്വാസ സ്ഥൈര്യം ആ ചെറുപ്പക്കാരനിൽ ഞാൻ കണ്ടു. നമ്മൾ കുമ്പസാരിക്കാൻ നേരത്താണ് ഇതെല്ലാം കൂടെ പറയും. അപ്പം എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. നമ്മുടെ പഠന പ്രക്രിയ പരാജയപ്പെട്ടു പോയി. ടീച്ചിങ്ങും ലേണിങ്ങും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയും ലോകത്തിൽ നിലനിന്നിട്ടില്ല. നമ്മളപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ ഹില്ലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് റിവൈവ് ചെയ്യണം. അത് റിവൈവ് ചെയ്യാതെ ഒരു മാർഗവുമില്ല, പഠിപ്പിക്കാതെ ഒരു മാർഗവുമില്ല. അതിനും നവമാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിച്ചുകൂടെ? നവമാധ്യമങ്ങളുടെ ലോകമാണിത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സയൻസും ടെക്നോളജിയും മാധ്യമങ്ങളും വചന ശുശ്രൂഷയ്ക്കും പഠനത്തിനും ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. സൺഡേ സ്കൂളിൻ്റെ പുതിയ പരീക്ഷാ ശൈലിയെ പറ്റിയും തിരുമേനി അങ്ങനെ തന്നെയാണോ കാണുന്നത്? പക്ഷെ അത് ഈ പരീക്ഷ എന്ന് പറയുന്നതിനകത്തും പുതിയ സെക്യുലർ സിസ്റ്റത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എക്യുപ്ഡ് ആകണം. പിന്നെ ഇപ്പോഴത്തെ എനിക്കറിയില്ല, പൂർണ്ണമായും ഞാൻ വിമർശിക്കുകയൊന്നുമല്ല, ഈ യെസ് ഓർ നോ അല്ലെങ്കിൽ വൺ വേർഡ് ഒരിക്കലും ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അളക്കാൻ പര്യാപ്തമല്ല എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളൊരു PhD പ്രോഗ്രാം ചെയ്താൽ പോലും നമുക്ക് പേപ്പറുകൾ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ളത്? അപ്പോൾ അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം. നമുക്കൊരു പക്ഷേ നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയേ പറ്റുകയുള്ളൂ. വീണ്ടും നമ്മളിതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അത്തരം ഫീഡ്ബാക്സുകളാണ് കിട്ടുന്നത്. അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ഇല്ല, അത് ചോദിക്കാനുള്ള ഒരു ഏറ്റവും കുറഞ്ഞത് ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ഞാൻ ഔട്ട്സൈഡ് കേരളയിൽ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അവരോട് പറഞ്ഞു, എല്ലാ ക്ലാസ്സിലും ഒരു പ്രാർത്ഥനയും ഒരു ആരാധന വീതവും ഫിക്സ് ചെയ്യുക. ഇതവരെ ഓറലായിട്ട് പറഞ്ഞാൽ മതി, അവർക്ക് ഫുൾ മാർക്ക് കൊടുക്കുക, ബാക്കി അവർ എഴുതിയാൽ മതി. എൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളായിരുന്നു. 12 വർഷം പഠിച്ചു കഴിയുമ്പോൾ 12 പാട്ടും 12 പ്രാർത്ഥനയും ഈ കുട്ടി പഠിക്കും. കൃത്യമായിട്ട് പഠിക്കും. ഇപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കി, ഞാനും അച്ഛനുമൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴും OBS പഠിക്കുമ്പോഴും എത്ര വാക്യം പഠിക്കുമായിരുന്നു? ഒരു വർഷം നമ്മൾ ആവറേജ് ഒരു 10-50 വാക്യമെങ്കിലും പഠിക്കത്തില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ പഠിപ്പിക്കുന്നുണ്ടോ? കാണാറുമില്ല. അപ്പോൾ ഇതൊക്കെ പഴഞ്ചനാണെന്ന് നമുക്ക് തോന്നിയാലും അടിസ്ഥാനം ഇളകിപ്പോകുന്ന മെത്തഡോളജി ആണെങ്കിൽ തിരുത്തുക തന്നെ വേണം. സഭയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഇത്തരം മാറ്റങ്ങൾ വാർഷിക സമ്മേളനങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും കാണാറുണ്ട്. പ്രത്യേകിച്ച് തിരുമേനിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ തിരുമേനിക്ക് തന്നെ അറിയാം, വൈദികരായ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ MGOCSത്തിൻ്റെ ചുമതല ഇപ്പോൾ തിരുമേനിക്കുണ്ട്. MGOCൻ്റെ ആദ്യ കോൺഫറൻസുകളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഈ സെഷൻസ്, ബൈബിൾ സെഷൻസ്, സ്റ്റഡി സെഷൻസ് കൃത്യമായി സഭയും ആരാധനയും ചരിത്രവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. അതല്ല റിക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു നൈറ്റിൽ എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ അല്ല 1.5 മണിക്കൂറിൻ്റെ ഒരു ആഫ്റ്റർ ഡിന്നർ ഒരു പ്രോഗ്രാമായിരുന്നു. സിനിമാ താരങ്ങളോ താരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വന്നു തുടങ്ങി, കൗൺസിലിംഗ് രംഗത്തുള്ളവർ വന്നു തുടങ്ങി. കൗൺസിലിംഗ് രംഗം കഴിഞ്ഞ് ഇച്ചിരി മോട്ടിവേഷനിൽ ഇച്ചിരി പറഞ്ഞ് ചിരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ വന്നു തുടങ്ങി. ആ ചിരിയുടെ ഒരു തലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മൊത്തത്തിലൊരു 4 പേരറിയുന്ന ഒരു വ്ളോഗറോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ ഒക്കെ വന്ന്
കാര്യങ്ങൾ പറയുന്നു. ഇതിൽ പല ആളുകൾക്കും സഭയുമായി യാതൊരു ബന്ധവും ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു തലമാണ് ഇപ്പോൾ ചാനലുകളിലും അവിടെ ഇവിടെയുള്ള ചെറുതും വലുതുമായ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കുത്തി നിറയ്ക്കുന്നു, ഒരു സംസാരമുണ്ടാകുന്നു. അറ്റ് ദ എൻഡ് എന്താണ് നമ്മുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനം? എനിക്ക് തോന്നുന്നു മർത്തോറി സമാജം മാത്രമാണ് ഇപ്പം ഇതിൽ നിന്ന് ഇച്ചിരി ഭേദപ്പെട്ട് നിൽക്കുന്നത്. പ്രാർത്ഥനയോത്തിന് അങ്ങനെ ഒരു ക്യാമ്പായിട്ടുള്ള സമ്മേളനവും ഇല്ല. നമുക്കിത് അന്യം നിന്ന് പോകില്ല, കൈവിട്ടു പോകില്ല, വേണ്ട എന്നുള്ള അഭിപ്രായത്തിലല്ല ഈ ചോദ്യം വരുന്നത്. പക്ഷേ ഒരു പരിധി നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ലേ? പിള്ളേർ പറയുന്നത് ബോറിംഗ് ആണ്. പുൾപ്പിറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് 1 മണിക്കൂർ എത്ര ആഴമായ ദൈവശാസ്ത്രം പറഞ്ഞാലും ഏൽക്കുന്നില്ല. അപ്പോൾ ഇത് വേണമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട് ഒരാഗ്രഹമുണ്ട്, ഒരു റിട്രീറ്റ് MGOCism, 3 ദിവസം കംപ്ലീറ്റ് സൈലൻസ്, നോ മീഡിയ, നോ മൊബൈൽ ഫോൺ, ആരാധനയ്ക്ക് പ്രാധാന്യം, മെഡിറ്റേഷന് പ്രാധാന്യം. ഇപ്പോൾ ഇവിടെ തുമ്പോൺ ഭദ്രാസനത്തിലെ 8ാം ക്ലാസ്സിലെ ഓരോ കുട്ടികളെ 83 പള്ളികളിൽ നിന്നും വിളിച്ച് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായി ഒരു ക്യാമ്പ് നടത്തി. 3 തീമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. 1 ജീസസ് പ്രയർ, 2 ഐക്കണോഗ്രഫി, 3-മത്തേത് എക്കാറ. വളരെ ഭംഗിയായിരുന്നു. മറ്റേതൊരു വശത്ത് കാശുമൊക്കെ മുടക്കി നമ്മൾ ഒരു പരിപാടി നടത്തി അവസാനിപ്പിക്കും. പിന്നെ കുമ്പസാരം ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷേ MGOCismൻ്റെ പഴയകാല കുമ്പസാരത്തിൻ്റെ 10-1 പോലും ഉണ്ടാകുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. മണിക്കൂറുകൾ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതും ആവശ്യമാണ്, അല്ലെങ്കിൽ ഒട്ടുമേ ഇല്ലാതെ അകന്നു പോകും. എന്നാൽ ഇതിനകത്തുനിന്ന് ആത്മീക കാമ്പുള്ള കുറേ പേരെ കണ്ടെത്തുവാനായിട്ടുള്ള പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതെ, അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത്തരം ആശയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കോ അല്ലെങ്കിൽ മാതാപിതാക്കളിലേക്കോ നിരന്തരമായി എത്തിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്തായിരിക്കും ഒരു ഇടവക മിനിസ്ട്രിയിൽ ഒരു വൈദികനെ സംബന്ധിച്ച്? കാരണം 10 കഴിയും 12 കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പറന്നു പോവുകയാണ്. അവർ മറ്റ് വിദ്യാഭ്യാസ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അവിടെയാണ് എങ്ങനെയാണ് ഒരു വൈദികൻ്റെ ശുശ്രൂഷയിൽ, ഒരു ഇടവക ഭരണസമിതിയുടെ ശുശ്രൂഷയിൽ അവർക്ക് എങ്ങനെ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റും? ഇതിനകത്ത് ഞാൻ നിർദ്ദേശിക്കുന്ന ഒന്ന്, ആദിമ നൂറ്റാണ്ടിലെ സഭയിലുണ്ടായിരുന്ന ലേ മിനിസ്ട്രി തിരികെ പിടിക്കുക എന്നുള്ളതാണ്. ഒരച്ഛനെയും കൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ലിത്. നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആവറേജ് അച്ഛനും കുടുംബങ്ങളും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:200 ആണ്. അതിൽ കൂടുതലാണ്. 1:200 എന്ന് പറഞ്ഞാൽ 1:600 അല്ലെങ്കിൽ 500 പീപ്പിളാണ്. അച്ഛൻ പറഞ്ഞ് ഈ 1-to-1 ഒന്നും നടക്കില്ല. അത് നടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പരിശീലിപ്പിച്ചെടുക്കാവുന്ന ആ പള്ളിയിലെ തന്നെ അൽമായ നേതൃത്വത്തെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അവർ 1-to-1 മീറ്റിങ്ങുകളുടെ കാലം കഴിഞ്ഞു. സഭാ മിനിസ്ട്രിയിൽ മീറ്റിങ്ങുകളുടെ കാലം കഴിഞ്ഞു. നമ്മുടെ സഭയിൽ ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള എല്ലാ സഭകളും തന്നെ അവരുടെ മിനിസ്ട്രി 1-to-1 മിനിസ്ട്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കുറേ കൂടെ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് ഈസിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ക്ലർജി ഓറിയൻറ്റഡ് അല്ല അവരുടെ സഭാ ജീവിതം എന്ന് പറയും. നമുക്കങ്ങനെയല്ല. അപ്പോൾ ഇത് ഒന്ന് സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ വീണ്ടും ഞാൻ അമേരിക്കയെ ഉദാഹരിക്കുന്നതിൻ്റെ കാരണം അവിടെ ഇപ്പോഴുള്ള കുറേയധികം ചെറുപ്പക്കാർ സഭയുടെ വിശ്വാസത്തിലും ആരാധനയിലും പാരമ്പര്യത്തിലും താല്പര്യം കാണിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം അവരിൽ നിന്ന് തന്നെ വൈദികരുണ്ടായതും ആ വൈദികർ കാഷ്വലായിട്ടും അൺഒഫീഷ്യലായിട്ടും നമ്മുടെ കുട്ടികളുമായിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഈ ഇന്ത്യയിലും നമ്മുടെ ഭദ്രാസനങ്ങളിലുമൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ്. നമുക്ക് എളുപ്പമാണ്. എളുപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട്. പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുവിശേഷ സംഘം എന്ന് പറഞ്ഞാൽ എൻ്റെ പള്ളിയിലുണ്ടായിരുന്ന, ഞങ്ങളുടെ പള്ളിയിൽ എൻ്റെ ഓർമ്മയിൽ 7 or 8 പ്രാർത്ഥനായോഗങ്ങളുണ്ടായിരുന്നു.
അച്ഛൻ ഒരു പ്രാർത്ഥന യോഗത്തിലേ പോകത്തുള്ളായിരുന്നു. ബാക്കി 7 പോയിക്കൊണ്ടിരുന്നത് അച്ഛൻ ട്രെയിൻ ചെയ്ത് വിടുന്ന അൽമായരായ ആളുകളായിരുന്നു. പക്ഷെ അവരെ പഠിപ്പിച്ചേ വിടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 8 പ്രാർത്ഥന യോഗത്തിലും ഒരു ദിവസം തന്നെ അച്ഛൻ പോകും. ഒരു പ്രയോജനവും ഇല്ലാത്തൊരോട്ടം. ആളുകൾ ആ സാന്നിധ്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതങ്ങനെ പൊക്കോട്ടെ. പക്ഷെ അതുകൊണ്ട് ഗുണമില്ല, ഒരു ഗുണവുമില്ല. നമ്മൾ പറഞ്ഞ ഒരു ഗുണം ഉണ്ടാവുകയില്ല. ഈ യുവ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ സംഘടനകളുടെ നേതൃത്വരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു തള്ളൽ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. ഒരു സ്ഥലത്തെ MLA-യോ MP-യോ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ജനപ്രതിനിധികളെയൊക്കെ വിളിക്കുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥാനങ്ങൾ നേതൃത്വരംഗങ്ങളിലേക്ക് വരാനുള്ളൊരു ചവിട്ടുപടിയോ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വരംഗങ്ങളിലെ സാധ്യതകൾ രാഷ്ട്രീയത്തിലേക്കുള്ള ചവിട്ടുപടിയോ ആയി മാറുന്നത് ഒരു വൈരുദ്ധ്യതയല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വളരെയധികം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സഭയിൽ. ഒരു ഫസ്റ്റ് പ്രയോറിറ്റി സഭയല്ല. സഭയെ ഉപയോഗിച്ച് അവരുടെ വളർച്ച സാധ്യമാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ പല സ്ഥലങ്ങളിലും സ്പഷ്ടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് എവിടെയാണ് തടയിടാനൊക്കെ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഈ നമ്മുടെ ആളുകൾ വളർന്നു വരുന്നവർ അവരുടെ രാഷ്ട്രീയ ഭാവിയെ മുന്നിൽ കണ്ട് വളരുന്നു. എന്നാൽ സഭയുടെ ആവശ്യങ്ങളിൽ അവരെ മുൻപന്തിയിൽ പലപ്പോഴും കാണുന്നില്ല. സഭയുടെ ആവശ്യങ്ങളിലൊക്കെ അവരുണ്ട്. ക്രിട്ടിക്കലായിട്ടുള്ള ഇടപെടേണ്ട റിസ്ക്കുള്ള സ്ഥലങ്ങളിൽ അവർ സ്വാഭാവികമായും അവരെ സേവ് ചെയ്തും പ്രൊട്ടക്റ്റ് ചെയ്തും ജീവിക്കും. അത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമല്ലേ? അതെ അതെ. നമ്മളുടെ സഭ അംഗമെന്ന നിലയിൽ നമ്മൾ ഇവരെ പിന്തുണയ്ക്കാറുണ്ടോ? നമ്മൾ ആരെയും അങ്ങനെ വളർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയം നമുക്ക് അത്രമാത്രം അയിത്തമുള്ള ഒന്നാണ്. പക്ഷേ നമ്മുടെ കാര്യം കിട്ടാൻ വേണ്ടി മാത്രം അല്ല. ഒരു രാഷ്ട്ര നിർമ്മിതി എന്ന് പറയുന്നതും സഭയുടെ ദൗത്യമാണ്. ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. നമ്മളൊരു 15 വർഷത്തെ ടാർഗറ്റ് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതുമായി ചിന്തിക്കുന്ന കുറേ കുട്ടികളെ 15 വർഷത്തെ ടാർഗറ്റ് ചെയ്ത് ഓറിയൻറ്റ് ചെയ്യുക, വളർത്തിയെടുക്കണം. അവൻ 15 വർഷം കഴിയുമ്പോൾ ഏത് സ്ഥാനത്തേലും വന്നാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി വളരാനുള്ള ഒരു ഓറിയൻറ്റേഷൻ കൂടെ നമ്മുടെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായി കൊണ്ടുവരണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി അവരേതെങ്കിലും പാർട്ടിയിൽ പോയിക്കോട്ടെ, നമ്മൾ പിന്തുണയ്ക്കുക തന്നെ വേണം. അതെ, തീർച്ചയായിട്ടും. എന്നാൽ ഞാൻ പറഞ്ഞത് അവരെ ഈ സഭയുടെ മുഖ്യധാരയിൽ നിർത്തി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഓറിയൻറ്റേഷൻ വേണം. അപ്പോൾ അവർക്ക് തിരിച്ച് സഭയോട് സ്നേഹവും ഉണ്ടാകാൻ സാധ്യത. അതൊരു പരീക്ഷണമാണ്, നമുക്കറിയില്ല. അല്ല, കഴിഞ്ഞ കാലങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രഗത്ഭരായ നേതൃത്വ രംഗത്തിലുള്ള മന്ത്രിയായിരുന്ന സ്റ്റീഫൻ സാറിനെ പോലെയുള്ള ധാരാളം ആളുകളുണ്ട്. ഈവൻ അവസാനം ഉമ്മൻചാണ്ടി സാർ വരെയുള്ള ആളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർക്കെല്ലാം സഭയോടൊരു വ്യക്തിപരമായ ഒരു ബന്ധം, ആരാധന, കൗദാശിക ജീവിത തലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ആ പിന്തുണ നമുക്ക് കിട്ടും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ഒരു ബന്ധത്തിൽ വളർത്തിയെടുത്താൽ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അവരുടെ വഴിക്കൂടെ പോയി ഒരു നേതാവായി വരുന്നു, പിന്നെ അവരുടെ സഹായം തേടി നമ്മൾ ചെല്ലുന്നു. അവരെ കൊണ്ട് കഴിയാവുന്ന പറയാൻ മുമ്പ് പറഞ്ഞ പോലുള്ള റിസ്ക് ഫാക്ടർ ഇല്ലാത്ത എല്ലാ തലങ്ങളിലും അവർ നമ്മളിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളവരെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടല്ലേ ഏതർത്ഥത്തിലും സഭാംഗമെന്ന നിലയിൽ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ സഭാംഗങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളവരെ പിന്തുണയ്ക്കുന്നു. അത് ഈ ഒരു എലക്ഷൻ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല അതിനെ കാണേണ്ടത്. ആ രീതിയിലല്ല, അല്ലാതെ അവരുടെ ഒരു വളർച്ചയിൽ, ആ വളർച്ചയിൽ നമ്മൾ പൂർണ്ണമായും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് പോരാന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്മാരാകാൻ അല്ലെങ്കിൽ ഡോക്ടർമാരാകാൻ, നേഴ്സുമാരാകാൻ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് രാഷ്ട്രീയത്തിൽ വരാനും കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അതിന് തെറ്റ്? യേശുക്രിസ്തുവിനെ അറിയുന്ന, ആത്മീയ ജീവിതം നയിക്കുന്ന, സഭയോട് കൂറും വിശ്വാസവും ഭക്തിയുമുള്ള കുറച്ച് ആളുകൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നാൽ എന്നാ പ്രശ്നം? സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രീയത്തിനും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കണം. നമ്മളുടെ സഭയുടെ കോടതി വിധികൾ നിരന്തരം വരുമ്പോഴാണ് ഇത്തരം രാഷ്ട്രീയ നേതൃത്വ രംഗത്തിൻ്റെയൊക്കെ ഒരു സാധ്യതയും പിന്തുണയും ഒക്കെ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നു.
ഇപ്പോൾ അവസാനം ഈ കോടതി വിധി വന്നു നിൽക്കുമ്പോൾ ചെറിയ ആശങ്ക എല്ലാ തലങ്ങളിലുമുണ്ട്. അത് വിധിയായിട്ട് വന്നിട്ടില്ല, അതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുമേനി ഇത് ഏത് തലത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് തിരുമേനി കരുതുന്നത്? സുപ്രീം കോടതിയുടെ വിധിയെ കോൺട്രഡിക്റ്റ് ചെയ്യുമോ, ഖണ്ഡിക്കുമോ എന്നൊക്കെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ചിന്തിക്കാൻ പറ്റില്ല. അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, ഈ വരുന്ന 29-30 തീയതികളിൽ നമ്മുടെ ഭാഗം കൂടെ കേൾക്കുവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദമായ വാദം, പഠനം. പഠനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലേ കോടതി ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആശങ്കയുണ്ടാകാം. എന്നാൽ ഇതിനു മുമ്പ് ഇതുപോലെ ആശങ്കയുണ്ടായ ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു റിസൾട്ട് ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആവശ്യമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക വേണ്ടത്. എല്ലാവരും വിമർശിക്കുകയും കുറ്റം പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നതിന് അങ്ങേപ്പുറത്തേക്ക് എല്ലാവരും പ്രാർത്ഥിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറയുന്നു, സമാധാനമുണ്ടായി ഐക്യമുള്ള ഒരു സഭയായി വരത്തക്കവണ്ണമുള്ള ഒരു ചുറ്റുപാട് ഉണ്ടായി വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. രൂപപ്പെടണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി ഒരു 100 വർഷം കൂടെ വ്യവഹാരങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. നമ്മുടെ തലമുറയിലും അടുത്ത തലമുറയിലും ഇത് തീരുകയില്ല. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ ഈ സിറ്റുവേഷനെ ഞാൻ കാണുന്നത്, അത് പ്രാർത്ഥനാപൂർവം നമ്മൾ നിന്ന് നമ്മുടെ ഭാഗം വ്യാഖ്യാനിക്കാനായിട്ട് കോടതി ഒരു അവസരം തന്നാൽ ഈ പറയുന്ന പോലെ വലിയ പ്രതിസന്ധിയില്ലാതെ വരുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ വിട്ടുപോയൊരു ചോദ്യം കൂടെ ചോദിച്ച് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. തിരുമേനി വിദേശത്ത് രാജ്യത്ത് പഠിക്കുകയും അവിടുത്തെ ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. കേരളത്തിന് പുറത്തുള്ള ഒരു ഭദ്രാസനത്തിന് ചുമതല വഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന് പുറത്തേക്കുള്ള കുടിയേറ്റം, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഒരു കുടിയേറ്റം വർദ്ധിതമായ രീതിയിൽ നടക്കുമ്പോൾ മലങ്കര സഭയുടെ മുൻപോട്ടുള്ള ഒരു ഭാവി എങ്ങനെയാണ്, ഈ സഭയുടെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാൻ പറ്റും? സഭ അങ്ങോട്ട് പോകണം. മിനിസ്ട്രി എവിടെ ആവശ്യമുള്ളേ, മിനിസ്ട്രി ആവശ്യമുള്ളിടത്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏജ്ഡായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുന്ന അതിനനുസരിച്ചുള്ളൊരു മിനിസ്ട്രി ഇവിടെ രൂപപ്പെടുത്തണം. പോകുന്ന ആളുകളെ തേടിപ്പോകുന്ന ഒരു മിനിസ്ട്രി സഭ രൂപപ്പെടുത്തണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഏഷ്യ പസഫിക് ഭദ്രാസനത്തിനും കാനഡ ഭദ്രാസനത്തിനെയും വേണമെന്ന് അനുകൂലിച്ചതും സപ്പോർട്ട് ചെയ്തതും നിർബന്ധിച്ചതുമായ ഒരാളാണ്. കാരണം ഈ അടുത്ത കാലങ്ങളിൽ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ സഭയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ഇപ്പോൾ വരുന്ന ആളുകളെ സംഘടിപ്പിച്ച് നിർത്തുകയും ചെയ്തില്ല എങ്കിൽ അവിടെ വരുന്ന ആളുകൾ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ചേർന്ന് ആയുഷ്കാലം മുഴുവൻ പിന്നെ അതിലായിപ്പോവും, നമ്മളില്ലാതാവുകയും. അപ്പം നമ്മുടെ പ്രസൻസ് ഇപ്പോൾ അവിടെ ഉണ്ടാണ്. സഭ അവരെ തേടി പോകണം, അവരുടെ പിന്നാലെ അവരുടെ മുന്നേ പോകണം. ഇപ്പോൾ MGOC സമത്തിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലും ഹൈദരാബാദിലും പഠിക്കുവാനായിട്ട് ജോലിക്കായിട്ട് വരുന്നവരെ ഈ MGOCSMലൂടെ അവർക്ക് കണക്ട് ചെയ്താൽ താമസിക്കാനായിട്ട്, നമുക്ക് അവിടെ എങ്ങും കെട്ടിടങ്ങളൊന്നുമില്ല, പക്ഷേ അവർക്ക് കുറേ കൂടെ സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള 2 സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കാനഡയിൽ ചെയ്യണം, ഓസ്ട്രേലിയയിൽ ചെയ്യണം. അവിടെ ചെല്ലുന്ന ആളുകൾ, ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള നമ്മളതിന് പരിശ്രമിക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ നിന്ന് പോയാൽ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്രമീകരണങ്ങളോടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്താവശ്യമുണ്ട്, അത് കുർബാന മാത്രം. ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി അവിടെയൊക്കെ നേരിടുന്നുണ്ട്. ചെല്ലുന്ന ആളുകളെല്ലാം മെമ്പർഷിപ്പ് എടുക്കണമെന്നും ഉടനെ തന്നെ മാസവരി കൊടുക്കണമെന്നും പറഞ്ഞ് പല കുട്ടികളും ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല. അത്തരൊരു പിടിവാശിയുടെ ആവശ്യമുണ്ടോ? അല്ല, പക്ഷേ അത് മനസ്സിലാക്കണം. ഈ മെമ്പർഷിപ്പും ഒക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഇപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ്, അവർക്ക് വേണ്ടതായിട്ടുള്ള ആത്മീക അടിത്തറയൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് ചെയ്യാമെങ്കിൽ സഭ അവിടെ വളരും. അവരുടെ ആരാധനാ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്തു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അത് ആരാധനാ ജീവിതം മാത്രമല്ല, അവർക്ക് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ താമസിക്കാനൊരു സൗകര്യം വേണമായിരിക്കും. അവർക്ക് ഒരു പക്ഷേ ഒരു ഡയറക്ഷൻ വേണമായിരിക്കും. അതൊക്കെ കൊടുക്കാനായിട്ടുള്ള ആ ഭൂമിയേക്കനുസരിച്ചുള്ളൊരു ക്രമീകരണം സഭ ഉണ്ടായാൽ അവരോർക്കും എൻ്റെ സഭ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഔട്ട്റീച്ച് ആയിരിക്കണം നമ്മുടെ ഇനിയുള്ള അപ്രോച്ച് എന്നാണ് എൻ്റെ വിചാരം. ഇങ്ങോട്ട് പള്ളിയിലോട്ട് എല്ലാവരും വരട്ടെ എന്നുള്ളതല്ല, സഭ അങ്ങോട്ട് പോകണം, അവരുടെ പിന്നാലെ പോകണം. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭദ്രാസനമാണ് തുമ്പകൻ ഭദ്രാസനം.
കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി നമ്മളോടൊപ്പം തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിവന്യ എബ്രഹാം മാർ സെറാഫിൻ തിരുമേനിയാണ് നമ്മളോടൊപ്പം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധനായ പരുമല തിരുമേനി മുതൽ ഇങ്ങോട്ട് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി, ദാനിയൽ മാർ ഫീലക്സിനുസ് തിരുമേനി മലങ്കര സഭയുടെ മുൻപോട്ടുള്ള യാത്രകളെപ്പറ്റി കൃത്യമായ ദർശനവും ബോധ്യവുമുണ്ടായിരുന്ന പിതാക്കന്മാർ ചുമതല വഹിച്ചിരുന്ന ഭദ്രാസനം. അഭിവന്യ ക്ലിമീസ് തിരുമേനിയുടെ ശക്തമായ നേതൃത്വം തുടർന്ന് വന്നു ചേർന്നിരിക്കുന്ന എബ്രഹാം മാർ സെറാഫിം തിരുമേനി മലങ്കര സഭയുടെ അടുത്ത തലമുറകൾ എങ്ങോട്ടായിരിക്കണമെന്ന്, മലങ്കര സഭയുടെ ഭാവി എങ്ങനെയായിരിക്കണം, മലങ്കര സഭയുടെ സാമൂഹിക ദർശനം എങ്ങനെയായിരിക്കണം, ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം, അത് ക്രിസ്തുവിൽ രൂപപ്പെട്ട് അടിസ്ഥാനപ്പെട്ട് വളർത്തപ്പെടേണ്ട ഒന്നാണെന്ന കൃത്യമായ ബോധ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അഭിവന്യ തിരുമേനിയുടെ വാക്കുകൾ സഭയ്ക്ക്, സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് ഒരു പ്രചോദനമാണ്, പ്രത്യാശയാണ്. മുൻപോട്ടുള്ള യാത്രകളിൽ തിരുമേനിക്ക് ശക്തമായ നേതൃത്വം ഈ ഭദ്രാസനത്തിനും സഭയ്ക്കും സമൂഹത്തിനും നൽകുവാനായിട്ട് ദൈവം കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ എല്ലാവിധമായ നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.